ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ ശ്രീമാരി മാതാജി. ഹരേ ആഹ് കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് ഒന്നാം സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ കൂടെ ഭഗവാൻ കൃഷ്ണനാണ് അവതാരങ്ങളുടെ എല്ലാം ആദി സ്വരൂപം എന്നുള്ള ആ ഒരു സ്രോതസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഭഗവാന്റെ അവതാരങ്ങളൊക്കെ നമ്മൾ കണ്ട ഓർഡറിലല്ലാതെ തന്നെ ഭാഗവതം പറയുന്ന ഏതാണെന്നുള്ള ഓർഡറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ എവിടം വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ പൃഥു മഹാരാജാവിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? പൃഥു മഹാരാജാവിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ? ഇനി അടുത്തത് അതുപോലെ തന്നെ നമ്മള് ആരുടെ കാര്യം പറഞ്ഞിരുന്നു? ഓർമ്മയില്ലായിരിക്കും അല്ലെ? പ്രഭു ഇട്ടേക്കുന്ന 16 തന്നെയോ കറക്റ്റ് എന്ന് തോന്നുന്നു. ചശുഷ അവതാരം അതൊക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മൾ പൃഥു മഹാരാജാന്റെ അവതാരം കണ്ടു. ആരെയാണ് കടഞ്ഞ് പൃഥു മഹാരാജ പുറത്തു വന്നേ? വേനൻ ഓർമ്മയുണ്ടോ? വേനൻ വേനൻ. വേനൻ വേനൻ. അപ്പൊ അതിൽ നിന്ന് നല്ല ഭാഗം പൃഥുവായി മാറി ഭഗവാന്റെ അംശ. അതുപോലെ തന്നെ ആദ്യം ഏറ്റവും മോശം ഭാഗത്തെ കടഞ്ഞപ്പോ അത് ആരായി മാറി? അസുരന്മാര് അതായത് രാക്ഷസന്മാര് നിഷാദന്മാരെന്ന് പറയും. നിഷാദന്മാര് എന്നുള്ള വിഭാഗമായിട്ട് മാറി. ഇപ്പൊ നിഷാദന്മാരും പിന്നെ അതുപോലെ നല്ല ഭാഗം ഭഗവാനും അതുപോലെ തന്നെ ലക്ഷ്മി ദേവി ആരായിട്ടാണ് പിറന്നത് അവിടെ? പൃഥു മഹാരാജാന്റെ കൂടെ അർച്ചിസ്. അർച്ചിസ്. അതെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു മത്സ്യാവതാരത്തെ പറ്റി കണ്ടു. 2 തവണ മത്സ്യാവതാരം എടുത്തു. അപ്പം ആ മത്സ്യാവതാരം ആദ്യം നമ്മള് കണ്ടത് ഏത് അസുരനെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? അയാൾ എന്താണ് ചെയ്തിരുന്നത്? ഹരിബോൽ. ഓർമ്മയില്ല. ഹയഗ്രീവൻ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ഇതിന് ഒരു മത്സ്യത്തിന്റെ രൂപമെടുത്ത് എന്ത് ചെയ്തു? ആ വേദങ്ങള് ഹയഗ്രീവനെ വധിച്ചിട്ട് വേദങ്ങള് വീണ്ടെടുത്തു. അതിനുശേഷം അതുപോലെ തന്നെ ആ ഒരു പ്രളയം ഉണ്ടാകാൻ പോകുവാണെന്നുള്ള കാര്യം ഭഗവാൻ അറിയാമല്ലോ അല്ലെ? അപ്പൊ ഭഗവാൻ സത്യവ്രത രാജാവിന്റെ ഈ ആചമനം ചെയ്ത് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സമുദ്രത്തിൽ ഒരു ചെറിയ മത്സ്യം കണ്ടു. അപ്പൊ ആ മത്സ്യത്തെ ഉപേക്ഷിക്കാൻ കഴിയാതെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ഒരു കുടത്തിലിട്ടു. ആ കുടത്തിൽ ഈ മത്സ്യം വളർന്ന് വലുതായപ്പോൾ അതിനെ കൊണ്ടുപോയി കുളത്തിലിട്ടു. കുളം വലുതായി കഴിഞ്ഞപ്പോൾ തടാകത്തിലിട്ടു. തടാകം വലുതായപ്പോൾ നദിയിലിട്ടു. നദിയിൽ നിന്ന് അത് വലുതായി കഴിഞ്ഞപ്പോൾ അതിനെ സമുദ്രത്തിലിട്ടു. അങ്ങനെ ആ മത്സ്യം ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. എന്താണ്? എല്ലാ ജീവജാലങ്ങളുടെ വിത്തും എല്ലാ സസ്യങ്ങളുടെ അതുപോലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഐറ്റത്തിനെ കയറ്റി ഈ ഒരു നൗക ഉണ്ടാക്കി നൗകയിൽ കയറി പോരുക. അതുപോലെ അടുത്ത സൃഷ്ടി നടത്തുമ്പോൾ സൃഷ്ടി ചെയ്യാനായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ട് പോരുക എന്ന് പറഞ്ഞ് ഭഗവാൻ അതിനെ മത്സ്യത്തിന്റെ തേറ്റം എന്നാ ആ മുള്ളല് ഈ ഇവിടുത്തെ തേറ്റമുള്ളിന് പറയുന്ന പേരെന്താണ് മത്സ്യത്തിന്റെ? എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സാധനത്തേല് ഉടക്കി ഇട്ടിട്ട് ഈ കപ്പലിനെ നൗകയെ വലിച്ചുകൊണ്ട് പോകുമായിരുന്നു ആ പ്രളയത്തിൽ. നൗകയെ പ്രൊട്ടക്ട് ചെയ്യായിരുന്ന പ്രളയത്തിൽ മുങ്ങി താഴാതെ. അതിന് അത്ര വലിയ മഹാപ്രളയം നടന്ന് സർവനാശം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടു. 15-ാമത്തെ ദിവസം 16 തൊട്ട് 20 വരെയാണ്. നമ്മൾ അറിയാവുന്ന അവതാരങ്ങളായതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകാം. 16-ാമത്തെ ശ്ലോകം. സുരാസുരാണാമുദ്ധിം മന്ദതാം മന്ദരാചലം ദധ്രേ കമടരൂപേണ പൃഷ്ട ഏകാദശേ വിഭൂൻ. സുരാസുരാണാമുദ്ധിം മന്ദതാം മന്ദരാചലം ദധ്രേ
കമടരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഉം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. സുരാസുരണാമൃത്തി മന്ദരാം മന്ദരാചലം ദദ്രെ കമടരൂപേണ പൃഷ്ട ഏകാദശ വിഭുഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. സുരാസുരണാമുദ്ധി മന്ദനാം മന്ദരാജലം ദത്രേ കമടരൂപേണ പൃഷ്ട ഏകാദശ വിഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. സുരാസുരാനാമുദ്ദിം മന്ദരാജലം ദത്രേ കാമരൂപേണ പൃഷ്ട ഏകാദശേ കമടരൂപേണ. കമടരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. ഹരേ കൃഷ്ണ. ഈ വേദബേസിൽ വാക്കുകൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതെയോ? ഓക്കെ. ഇനി അടുത്തത് വിവർത്തനം, ഭാവാർത്ഥം, അല്ല, പദാനുപദ തർജ്ജമ. ജയശ്രീല പ്രഭ. സുര ആസ്തികർ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികൾ. അസുരാണം നാസ്തികർ അല്ലെങ്കിൽ നിരീശ്വരവാദി. ഉദതീം സാഗരത്തിൽ. മന്ദതാം മന്ദനം മന്ഥനം അല്ലെങ്കിൽ മഥനം കടയുക. മന്ദരാചലം മന്ദരപർവ്വതം. ദദ്രെ താങ്ങി നിർത്തുക അല്ലെങ്കിൽ വഹിക്കുക. കമതഹ കൂർമ്മം. രൂപേണ രൂപത്തിൽ. പൃഷ്ഠേ പുറന്തോട് അല്ലെങ്കിൽ വൽക്കം. ഏകാദശി ശ്രേണിയിലെ 11ാമത്. വിഭു ശ്രേഷ്ഠം. ഇപ്പൊ 11ാമത്തെ അവതാരമാണ് നമ്മളിപ്പോ കണ്ടത്. ആരാണ്? മന്ദരാജലം ഉയർത്തിയത് ആരാണ്? കൂർമ്മം. ഭഗവാൻ കൂർമ്മം. കൂർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമയുടെ രൂപത്തിൽ വന്നു. അപ്പം വിവർത്തനം, ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്, ജയശിലപ്രഭാത്. 11ാം അവതാരത്തിൽ ഭഗവാൻ കൂർമ്മരൂപം എടുക്കുകയും സുരാസുരന്മാർ കടക്കോലിനായി ഉപയോഗിച്ച മന്ദര പർവ്വതത്തിന് ആധാര കീലമായി തന്റെ വൽക്കം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഭാവാർത്ഥം: അമൃതപാനം ചെയ്ത് അമർത്യരാകുവാനായി ഒരിക്കൽ ആസ്തികരും നാസ്തികരും ചേർന്ന് അമൃതലബ്ധിക്കായി സാഗരം കടയുന്ന ഉദ്യമത്തിൽ ഏർപ്പെട്ടു. അതിനായി ഭഗവത് അവതാരമായ കൂർമ്മത്തിന്റെ വൽക്കത്തെ സാഗരത്തിൽ മന്ദരപർവ്വതത്തെ വഹിക്കുന്ന ആധാര കീലമായും പർവ്വതത്തെ കടക്കോലായും ഉപയോഗിച്ചു. അപ്പൊ ഇത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭഗവാന്റെ അവതാരമാണ്. എന്നിരുന്നാലും ഈ അവതാരത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. സമയം വളരെ കുറവാണ്. എന്നാലും പെട്ടെന്നൊന്ന് പറഞ്ഞ് തീർത്തേക്കാം. ഈ അവതാരത്തിന്റെ ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെവിടെയാണ് തുടങ്ങുന്നത്? യുദ്ധമല്ലേ? ദേവാസുര യുദ്ധം. അല്ല, ഇത് ദേവൻ ലോകം പിടിച്ചെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്തിട്ട് ദേവന്മാരെല്ലാരും കൂടി ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. ഇവിടെ നിന്നാണ് അതിന്റെ തുടക്കം. അതായത് നമ്മുടെ ദേവേന്ദ്രൻ, അറിയാമല്ലോ, മാല കൊടുത്ത മാല എടുത്ത് കളഞ്ഞ് അങ്ങനെയല്ല. ദുർവാസാവ് ഒരു പ്രാവശ്യം ദേവലോകത്തെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഈ മറ്റേ അപ്സര സ്ത്രീകൾക്കൊക്കെ ഭയങ്കര പേടി. ഇദ്ദേഹം തൊട്ടാൽ എന്താണ് ശപിക്കും, എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയി ശാപം തരും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത്, പെട്ടെന്ന് അവർ ഓർത്ത് എന്താണ്, നല്ലൊരു മാല കിട്ടി അദ്ദേഹത്തെ അണിയിക്കാം, അങ്ങനെയെങ്കിലും സ്വാമീനായിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചൊരു മാല അദ്ദേഹത്തിന്, നല്ല ഒരു പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല വെട്ടിക്കൊടുത്തു. അദ്ദേഹം എന്ത് ചെയ്തു, ഈ മാല ഇടുന്ന സന്യാസിയില്ലേ, കാവിയും കഷായവും അതുപോലെ തന്നെ വലിയ രുദ്രാക്ഷവും ഒക്കെ ഇട്ട് നടക്കുന്ന പൂമാല എന്തിനാണ്? അപ്പൊ പൂമാല എന്ത് ചെയ്തു, ദേവേന്ദ്രനല്ല ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭ്രമമുള്ളത്, നല്ല സുഗന്ധത്തോടും നല്ല നിറത്തോടും ഒക്കെ. അപ്പൊ ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ എങ്ങനെ, ദുർവാസാവ് പോയ വഴിക്ക് എന്ത് ചെയ്തു, ഈ മാല എടുത്തിട്ട് തന്റെ വാഹനമായ ഐരാവതത്തിന്റെ പുറത്തിട്ടു. ഐരാവതത്തിന്റെ പുറത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഐരാവതം എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ വണ്ടുകള് ചുറ്റും വലം വെച്ചു. വണ്ടുകൾ ചുറ്റും വലം വെച്ചിട്ട് എന്ത് ചെയ്തു, ഐരാവതത്തെ കുത്താൻ തുടങ്ങി. ഇപ്പൊ ആനയല്ലേ, ആന എന്ത് ചെയ്തു, ആ മാല എടുത്തിട്ട് നേരെ
പീസ് പീസാക്കി ചവിട്ടി കീറി അതിൽ ഒരു പീസ് ദുർവാസാവിന്റെ ദേഹത്തും ചെന്ന് വീണു. ദുർവാസാവ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ആന ഇതിനെ ചവിട്ടിക്കുന്നു. അപ്പൊ ആനയ്ക്കാണോ ശാപം കൊടുത്തത് ദുർവാസാവ്? ഇന്ദ്രന് മാത്രമല്ല കൊടുത്ത, സകല ദേവന്മാർക്ക് ശാപം കൊടുത്തു. എല്ലാവരും ജരാനര ബാധിച്ച് പോകട്ടെ എന്ന് പറഞ്ഞു ഒരു ശാപമാണ് കൊടുത്തത് ദേവന്മാർക്കെല്ലാം. അപ്പൊ ഈ ജരാനര ബാധിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാരെല്ലാം ആകെ ആശങ്കയിലായി. കാര്യം അമരന്മാർ എന്ന് നമ്മൾ പറയുന്ന കാര്യം എന്താണ്? അമരത്വം അല്ലെ? അമരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും പ്രായമാകില്ല, എപ്പോഴും അതെ എന്താണ് നവയൗവനമായിട്ടിരിക്കുന്നു. നമ്മള് കന്ദർപ്പ കോടി അല്ല, നവയൗവനയുക്തം എന്ന് പറഞ്ഞ ഭഗവാന്റെ ഒരു ശ്ലോകം പറയുന്നുണ്ടല്ലേ ബ്രഹ്മസംഹിത അല്ലേ? അതെ എപ്പോഴും ഉണ്ട്. അദ്വൈതം അച്യുതം അനാദി അനന്തരൂപം ആദ്യം പുരാണ പുരുഷൻ നവയൗവനം ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ ഗോവിന്ദമാദി പുരുഷൻ തമഹം ഭജാമി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഭഗവാനും എപ്പോഴും നവയൗവന യുക്തനാണ് അല്ലെ? പ്രായം ചെല്ലുകയില്ല എന്ന് പറഞ്ഞ പോലെ ഈ ദേവന്മാർക്കും അമരന്മാർക്കും ഇതുപോലെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്ന് അവരൊക്കെ എന്തായി? വയസ്സന്മാരായി പെട്ടെന്ന്. അങ്ങനെ വയസ്സന്മാരായിട്ട് എല്ലാരും ജരാനര ബാധിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ആൾക്കാരെല്ലാം നോക്കി കളിയാക്കില്ല. അപ്സര സ്ത്രീകളും അവരിവരും നോക്കുമ്പോഴത്തേനും പ്രായം ചെന്ന് ഇവരെ കാണുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടുകളായി. അങ്ങനെ അവര് അവസാനം എന്ത് ചെയ്തു? ബ്രഹ്മദേവന്റെ അടുക്ക പോയി. പിന്നെ ഉം, ഭഗവാനിൽ അവസാനം ശരണം പ്രാപിച്ചു. ശരണം പ്രാപിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ് ചെയ്യുന്നത്? എന്താണ്? പാലാഴി കടയുക. അപ്പൊ ഇത് ഏതാണ് നമ്മൾ പാലാഴി? നമ്മൾ പറഞ്ഞ ക്ഷീരസാഗരം, ക്ഷീരോദശകായ അതെ വിഷ്ണുവിനെയാണ് ഇവർ സമീപിച്ചത്. അപ്പൊ പറഞ്ഞു ഈ പാലാഴി കടയാണ്. അപ്പൊ പാലാഴി കടയാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ പാലാഴി കടയും? പാലാഴി ഞങ്ങൾക്ക് എങ്ങനെ കടയാൻ അത്രയും വലിയ സമുദ്രം എങ്ങനെ നമുക്ക് കടയാൻ പറ്റും? അപ്പം ഭഗവാൻ പറഞ്ഞു എന്താണ്? അതിനുള്ള കടക്കോലായിട്ട് മന്ദരപർവ്വതത്തെ എടുക്കുക. അപ്പം മന്ദരപർവ്വതത്തെ ഞങ്ങൾ എങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നു? അപ്പൊ നിങ്ങൾ അസുരന്മാരെ കൂടെ കൂട്ടിന് വിളിച്ചു. അവരല്ലേ ബലശാലികൾ. അപ്പൊ അസുരന്മാരെ, അതുപോലെ തന്നെ അതിനുള്ള കയറിനെ അപ്പോഴെന്ത് ചെയ്തു? മഹാദേവൻ അണിഞ്ഞിരിക്കുന്ന വാസുകി എന്ന് പറഞ്ഞ സർപ്പത്തെ കയറായിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിന് രണ്ടിനും രണ്ട് സ്റ്റോറി ഉണ്ട്. അതുപോലെ തന്നെ ഈ മന്ദരപർവ്വതം എടുക്കാനായിട്ട് ദേവന്മാരും അസുരന്മാരും ഒക്കെ ആ, കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഈ ഭഗവാൻ ഗരുഡനെ വിട്ടു. ആ, ഗരുഡനും എടുക്കാൻ വയ്യാഞ്ഞിട്ട് ഭഗവാൻ വന്ന് അങ്ങനെ രണ്ടു മൂന്ന് രീതിയിലുള്ള വേർഷനിലുള്ള കഥ എനിക്ക് കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഗരുഡന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതും ഒക്കെ ഭഗവാൻ ഇതിന്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഭഗവാൻ തന്നെ നേരിട്ട് മന്ദരപർവ്വതം എടുത്തുകൊണ്ടേ സമുദ്രത്തിൽ അതിന്റെ അടുത്ത് വെച്ചു. അതേപോലെ തന്നെ നമ്മളുടെ വാസുകിയെ ചെന്ന് കഴിയുമ്പോൾ വാസുകി മഹാദേവന്റെ അടുക്കൽ വന്നപ്പോൾ ഇവർക്ക് താങ്ങാൻ പറ്റിയില്ല. അപ്പം ഗരുഡനെ വിട്ടു. അപ്പൊ ഗരുഡനും അവരൊരു ശത്രുതയല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പൊ അവിടെയും ഭഗവാൻ ഇടപെട്ടു. അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ ഒരു അവതാരത്തിൽ കാണുന്ന ഭഗവാന്റെ ഇടപെടലുണ്ട്. അങ്ങനെ ഇത് രണ്ടും ശരിയായി. ഇനിയിപ്പോ അസുരന്മാരും റെഡിയാണ്. അപ്പൊ അസുരന്മാർക്ക് എന്താണ്? ഈ അമൃത് കിട്ടുമെന്ന് പറഞ്ഞ കാരണം പാലാഴി കടഞ്ഞാൽ എന്താണ് വരുന്ന? അമൃത്. അപ്പൊ അമൃത് കിട്ടുമെന്ന് പറഞ്ഞ കാരണം അവര് അമൃത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മരിക്കേണ്ടി വരത്തില്ല, അമരന്മാരായി മാറും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പപ്പ ആദ്യം നമുക്ക് എടുക്കാം എന്നുള്ള എഗ്രിമെന്റിലാണ് അസുരന്മാരെ വിളിക്കുന്ന ഇന്ദ്രൻ. അങ്ങനെ അസുരന്മാരെല്ലാം വളരെ സന്തോഷത്തിൽ വന്നു. അപ്പം ഈ മന്ദരപർവ്വതം ഈ പറയുന്ന കടലിലേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എന്താണ്? മന്ദരപർവ്വതം അങ്ങ് താന്നുപോയി. അപ്പൊ ഈ തലയ്ക്കലാണോ വാൽ കഷ്ണത്തിലാണോ നിൽക്കേണ്ടതെന്ന് ഇവർക്ക് തർക്കമായി. അപ്പൊ ദേവന്മാര് ഭഗവാൻ കണ്ണിറുക്കി കാണിച്ചപ്പോ ദേവന്മാർക്ക് മനസ്സിലായി നിങ്ങൾ തലയ്ക്ക നിൽക്കുമെന്ന് പറയൂ. അപ്പൊ അസുരന്മാർ എന്ത് ചെയ്യും? തലയ്ക്ക നിൽക്കണമെന്ന് വാശി വരും. ദേവന്മാർ എവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വേണം, അല്ല ഞങ്ങൾ പോവാന്ന് പറയും. അപ്പം ദേവന്മാരെ തലയ്ക്കൽ നിൽക്കാവുന്ന ഏറ്റു. അപ്പൊ അസുരന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ വരും. ഇവര് സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു? തലഭാഗം കൊടുത്തു. എന്താണ് തലഭാഗത്തിന്റെ പ്രത്യേകത? കുഴപ്പം എന്താണ്? വിഷം വരും. വാസുകി വിഷം ഛർദ്ദിച്ചു കഴിയുമ്പോൾ തന്നെ അവിടെ ആ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അപ്പൊ തന്നെ തട്ടി താഴെ പോവും. അപ്പം ഇങ്ങനെ ദേവന്മാര് വാൽകൃഷ്ണത്തിൽ വന്നു, മറ്റൊരു തലയ്ക്കലും വന്നു. അങ്ങനെ ഈ മന്ദരപർവ്വതം കടയാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ മന്ദരപർവ്വതം എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് താഴാൻ തുടങ്ങി. മന്ദരപർവ്വതം താഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും മന്ദരപർവ്വതത്തെ പിടിച്ചു നിർത്താനായിട്ട് ഇവരെ കൊണ്ടുവന്ന് സാധ്യമല്ലാതെ കാരണം ഇവര് വീണ്ടും ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു കൂർമ്മത്തിന്റെ, ഒരു ആമയുടെ ആകൃതിയിൽ വന്ന് ഭഗവാൻ ഈ വ്യാസമുനിയൊക്കെ പറയുന്നതാണ് ഭഗവാന്റെ
ആ ആമയുടെ വൽക്കലത്തിൽ എന്താണ് ചൊറിയാനായിട്ട് എന്താ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചൊറിയല്ലേ, പുറം ചൊറിയല്ലേ, അന്ന് പറഞ്ഞ പോലെയായിരുന്നു മന്ദരപർവ്വതം. ചൊറിയാനായിട്ട് നമ്മൾ ചെറിയ പിന്നൊക്കെ എടുത്ത് ഇങ്ങനെ ചൊറിയുമ്പോൾ ഉള്ള അവസ്ഥയില്ല ഭഗവാന്റെ ആ ഒരു ചൊറിച്ചില് മാറ്റാൻ വേണ്ടിയിട്ട് മന്ദരപർവ്വതത്തെ ഉപയോഗിച്ചു. ആമയുടെ രൂപത്തിൽ വന്ന് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി. അപ്പൊ താങ്ങി നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും കടച്ചിൽ അങ്ങ് ആരംഭിച്ചു. ഭയങ്കരമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു, ഇവര് രണ്ടുപേരും ക്ഷീണിച്ചു. അതിന്റെ ഇടയ്ക്ക് വാസുകി ഛർദ്ദിക്കുന്നു. കാര്യം നല്ല ബലമാണ് വാസുകിക്ക് കൊടുക്കുന്നത് അല്ലെ. വാസുകി ഛർദ്ദിക്കുമ്പോൾ കുറെ അസുരന്മാർ ആ ഭാഗത്തുള്ളവരെല്ലാം ചത്ത് വീഴാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ കഴിഞ്ഞപ്പോ ഭഗവാൻ വേറൊരു അവതാരം എടുത്തു. ആ അവതാരത്തെ പറ്റി ഇവിടെ പറയുന്നില്ല. ആ അവതാരത്തിന്റെ പേരാണ് ഏതാണ് പറയാമോ മാതാജി? 1000 കൈകളുള്ള അവതാരം. 500 500 രണ്ട് ഭാഗത്തും വെച്ചിട്ട് എന്ത് ചെയ്തു ഭഗവാൻ? ദാ ഇവിടെ പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചു വാസുകിയെ ഇവിടെ പിടിച്ച് ഇങ്ങോട്ട്, ഇങ്ങനെ ഭഗവാൻ തന്നെ കടഞ്ഞു. ഭഗവാൻ തന്നെ ആ ഒരു അവതാരം എടുത്ത് കടഞ്ഞു. ആ അവതാരത്തിന്റെ പേരെന്താണ്? ഒരിക്കലും പരാജിതനാകത്തില്ല എന്നുള്ള പേരിലാണ് ആ അവതാരം അറിയപ്പെടുന്നത്. അല്ലെ, അജിതാവതാരം. അജിതാവതാരം. അജിതൻ എന്ന് പറഞ്ഞ എന്താണ്? ഒരിക്കലും പരാജിതനാകാത്ത ആ ഒരു അവസ്ഥയുള്ള ആൾ. അപ്പം അജിതാ ഹരേ ജയ മാധവ ശൗരേ അജമോഘ ദേവ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ അഷ്ടപതിയില് ഇതിലൊക്കെ പാടുന്ന അങ്ങനെ അജിതാവതാരം എടുത്ത് ഭഗവാൻ. എനിക്ക് പാടാനൊന്നും ഈണമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ അങ്ങനെ അജിതാവതാരമൊക്കെ എടുത്ത് ഭഗവാൻ ഇപ്പൊ ആദ്യം പുറത്തു വന്നെന്താണ്? കാളകൂട വിഷം. അതാണ് നമ്മളുടെ മനസ്സാണ് പാലാഴി. അതുപോലെ തന്നെ എന്താണ് മനസ്സിൽ നിന്ന് കാമക്രോധ ലോഭമോഹ മതമത്സരാദികൾ ഏത് രൂപത്തിൽ പുറത്തു വന്നു? കാളകൂടത്തിന്റെ. അപ്പം നമ്മള് എന്താണ് ഈ പർവ്വതമാകുന്ന നമ്മളുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? നമ്മള് കടഞ്ഞപ്പോൾ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉപയോഗിച്ച് നമ്മൾ കടഞ്ഞപ്പോൾ അവിടെ എന്താണ് ഈ ദുർനിമിത്തങ്ങളും അതും ഇതും എല്ലാം ഒരുപാട് കാര്യങ്ങളാണല്ലോ നമ്മൾ ജപിക്കുമ്പോഴും വരുന്നത്. അതെല്ലാം കാമക്രോധങ്ങളെല്ലാം മാറിക്കഴിഞ്ഞ് എന്താണ് കൃഷ്ണപ്രേമമാകുന്ന അമൃത് അത് കഴിഞ്ഞ് വരും. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നതാണ് അമൃത് കൊണ്ടുവന്നു. അമൃത് പൊങ്ങി വന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ വന്നല്ലേ. ഉച്ചൈസ്രവസ്ഥ എന്ന് പറഞ്ഞ കുതിര, പിന്നെ കൽപ്പവൃക്ഷങ്ങള്, പിന്നെ ലക്ഷ്മി ദേവി വന്നപ്പോ ലക്ഷ്മി ദേവിക്ക് അനുയോജ്യനായിട്ടുള്ള ഒരേ ഒരു ആളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, ഭഗവാൻ. ലക്ഷ്മി ദേവി ശരിക്കും ഒറിജിനലി ഭഗവാന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ പാലാഴി മദനത്തിലൂടെ സമുദ്രപുത്രിയായിട്ട് വീണ്ടും അവതരിച്ചു. അതുപോലെ തന്നെ തുളസി, അതുപോലെ തന്നെ പിന്നെ അമൃതമായിട്ട് വന്നപ്പോ ഭഗവാൻ എന്താണ് ധന്വന്തരി മൂർത്തിയായിട്ടാണ് വന്നത്. ഭഗവാൻ തന്നെയാണ് അമൃത കുംഭമായിട്ട് പൊങ്ങി വന്നത്. അപ്പം ഈ ഒരേ അവതാര സമയത്ത് 4 അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തത്. ഏതൊക്കെയാണെന്ന് പറയാമോ ആർക്കെങ്കിലും? 4 അവതാരം ഒരേ സമയം എടുത്ത ആ ഒരു സന്ദർഭമാണിത്. 4 ഒന്ന് പറയാമോ? കൂർമ്മം, ധന്വന്തരി, ആ കൂർമ്മം, അജിതാവതാരം, ആ ധന്വന്തരി. വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ മാതാജി. 3 പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് 4-മത്തേത്. ഇത് 3 പറഞ്ഞ മാതാജി. വീണ്ടും മോഹിനി. മോഹിനി. അങ്ങനെ 4 അവതാരം ഒരേ സമയത്ത് എടുത്ത ഒരു സന്ദർഭമാണ്. അപ്പൊ നമ്മള് ഈ അമൃത ഗുരുവായൂർ പോയപ്പോഴേ ആ അമ്പലത്തിൽ പോയി. ഹരികന്യക എന്ന അമ്പലത്തിന്റെ പേര്. അതെ. അപ്പം ഈ അമൃതത്തിന് വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരുമായിട്ട് ആര് വിളമ്പും എന്നുള്ള തർക്കം വന്നു കഴിഞ്ഞപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഇതിലൊന്നും ഉൾപ്പെടാതെ മാറിയിരിക്കുന്നു. ഭഗവാൻ നേരെ ഭഗവാന്റെ മുടി ഇങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഭഗവാൻ വലിയ മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. വളരെ ചെറിയ ഒരു എന്താണ് ഈ ഉത്തരീയം സാരിയാക്കി ഉടുത്തു. നിന്ന നിപ്പിൽ മോഹിനിയായ അതിസുന്ദരിയായ ആ മോഹിനിയായി വന്നു. ആ മോഹിനിയാണ് പിന്നീട് രാധാറാണി ആയതെന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റോറി ഞാൻ ഈ അടുത്ത നാള് കേട്ടിരുന്നു. ആ മോഹിനിയെ കണ്ടു കഴിഞ്ഞ് അസുരന്മാരെല്ലാവരും ആ മോഹിനിയുടെ പുറകെ ആയി അല്ലെ. അങ്ങനെ മോഹിനി പറഞ്ഞു, ഞാൻ എന്താണ് വളരെ ഒരു യാതൊരു
നീതി നിഷ്ഠയൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ്, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത്, അപ്പൊ നീ തന്നെ ഇത് വിളമ്പി തരണം. നിന്നിൽ അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ പറയോ ഞാൻ ചപലയാണ്, അതാണ് ഇതാണെന്ന് ഒരു സ്ത്രീയും പറയത്തില്ല. അപ്പൊ അങ്ങനെ നീ അതെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നീ നല്ല ശീലമുള്ള പെണ്ണാണ്, അപ്പൊ അതുകൊണ്ട് നീ തന്നെ വിളമ്പി തന്നാ മതി ഈ തർക്കം തീർക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ മോഹിനിയെ ഏൽപ്പിച്ചു. മോഹിനി എന്ത് ചെയ്തു? സുദർശന ചക്രം പ്ലേറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ദേവന്മാർക്ക് ആദ്യം പക്ഷെ ഞാൻ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ എന്ത് ചെയ്താലും ആരും എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ദേവന്മാർക്കാർക്കും വിളമ്പുന്നതെന്നും പറഞ്ഞു. അങ്ങനെ ദേവന്മാർക്ക് ആദ്യം വിളമ്പി കൊടുത്തു. വിളമ്പി കൊടുത്തിട്ട് എന്ത് ചെയ്തു? രണ്ട് ദേവന്മാരുടെ ഇടയ്ക്ക് ആരിയ്ക്കുകയായിരുന്നു? രാഹുവിന്റെ പേര് വേറൊരാളാണ് കേട്ടോ. ശരിക്കും ഒരു പറഞ്ഞാൽ അസുരൻ. ആ അസുരന്റെ പേര് വേറെ ആയിരുന്നു. അപ്പൊ അത് രാഹു എന്ന് പിന്നീടാണ് അറിയപ്പെട്ടത്. അപ്പൊ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയ്ക്കായിരുന്നു ഇരുന്നത്, അല്ലേ? അപ്പൊ ഈ പ്രകാശം കൊണ്ട് ഇദ്ദേഹം സകല ഒളിവിലാണ്. സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം കാരണം ഇദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ വിളമ്പി കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? ഈ ഇദ്ദേഹത്തിന് ബ്രാഹ്മണരുടെ ഈ രീതിയൊന്നും അറിയത്തില്ല, ഈ ഉണ്ണാനൊന്നും. രാഹു എന്ത് ചെയ്തു? എടുത്ത് അങ്ങ് വിഴുങ്ങി. ഇവിടം വരെ എത്തി. അപ്പൊ ഭഗവാൻ പെട്ടെന്ന് അത് മനസ്സിലാക്കി. പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഭഗവാൻ എന്തിനാ ആ കയ്യിലിരുന്ന പാത്രം തന്നെ സുദർശനമായി മാറി രാഹുവിന്റെ തല ഛേദിച്ചു. തല ഛേദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടും രണ്ടായി മാറി, തലയും വാലും. അങ്ങനെ എന്താണ്? തല ഇരിക്കുന്ന ഭാഗം എന്തായി മാറി? രാഹുവായി രാഹുവും മാറി. കേതു. ഉടൽ എന്തായി? കേതുവായി മറ്റേത് മാറി. കേതു. അങ്ങനെ അവര് 180 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഉം. എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഈ ഗ്രഹണം മുഴുവൻ നടക്കുന്നത് ഇവര് മുഖാന്തരമാണ് ഈ ഗ്രഹണം മുഴുവൻ ഉണ്ടാകുന്നത്. ഇവരെപ്പോഴും പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും 180 ഡിഗ്രിയിൽ ഇങ്ങനെ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇവർ നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പൊ രാഹുവിനെ നമ്മൾ സർപ്പമായിട്ട് കാണുന്നു, അല്ലെ? സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്ന സർപ്പമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഭാഗത്തിൽ അമൃതം ഉള്ളത് കൊണ്ട് ഒരിക്കലും നശിക്കാതെ നമ്മളെ ജാതകത്തിലും ഒക്കെ തന്നെ വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രണ്ടു പേരാണ്. അപ്പൊ അവരുടെ അവിടെ നിന്ന് രാഹുവിന്റെ ഈ കഴുത്തിൽ നിന്ന് വീണ ചോരയിൽ നിന്നാണ് എന്തുണ്ടായത്? വെളുത്തുള്ളി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് ഈ തമോ ഗുണയുക്തമാണ് ഇത് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നു. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൃഷ്ണാബോധത്തിലുള്ളവർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. കാര്യം അസുരന്റെ ചോരയിൽ നിന്ന് വന്നിരിക്കുന്നതുകൊണ്ട് തമോ ഗുണ യുക്തമാണ്, അതുകൊണ്ടാണ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അപ്പൊ ആ മോഹിനി അവതാരം നമ്മൾ കണ്ടു. അത് വലിയ ടോപ്പിക്കാണ്. ഇനി അപ്പം മോഹിനി അവതാരമൊക്കെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. ഭാഗവത്തിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പറയുന്ന ഇതൊരു വളരെ ഷോർട്ട് ചെയ്ത് പോവാണ്. 25 അവതാരങ്ങളോളം പറയുന്നുണ്ട്. ഇവിടെ നമ്മളപ്പം അടുത്ത അവതാരത്തിലേക്ക് പോവാണ്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഈ അവതാരത്തിന്റെ ഉദ്ദേശം അങ്ങനെ ഇതിൽ കൂടെ ഒരുപാട് കാര്യങ്ങളാണ് കിട്ടിയത്, അല്ലേ? കൽപ്പവൃക്ഷം, തുളസി, ലക്ഷ്മി ദേവി, ഉച്ചൈസ്രവസ്, പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു? കുറെ രത്നങ്ങള്, കൗസ്തുഭമണി ഭഗവാൻ സ്വീകരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ഏതാണ്ട് വന്നപ്പോ അത് മഹാദേവന് കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നത് ഇതിൽ കൂടെയാണ്, ഈ പാലാഴി മദനത്തിൽ കൂടിയാണ്. അപ്പം മഹാദേവന് ഒരു സേവ, ഭഗവാന്റെ ആ ഒരു കാര്യം ലോകത്തിന് മുഴുവൻ ഒരു സേവ കൊടുക്കുമായിരുന്നു. കാളകൂടം വിഷം വന്നപ്പം മഹാദേവൻ അത് വിഴുങ്ങി. അപ്പം എന്ത് ചെയ്തു? ദേവി എന്താണ് രുദ്രാണി എന്ത് ചെയ്തു? കഴുത്തിൽ പിടിച്ചു ഞെക്കി. അങ്ങനെ അദ്ദേഹം അന്നോട്ട് നീലകണ്ഠനായി മാറി. വിഷം ഇവിടെ തങ്ങിയിരുന്നു, പക്ഷെ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. കാര്യം ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു സേവ ചെയ്യായിരുന്നു, അല്ലെ? അങ്ങനെ മഹാദേവനടക്കം ഈ മോഹിനിയിൽ മോഹിതനായിട്ട് മഹാദേവന് അനുഗ്രഹം കൊടുക്കുകയാണ്. അടുത്ത ദ്വാപരയുഗത്തിൽ എന്താണ് ഞാന് എന്താണ് അതായത് ഭഗവാൻ തന്നെയാണല്ലോ മോഹിനിയായത്. ശരിക്കും രാധയും കൃഷ്ണനും ആരാണ്? രണ്ടല്ല, ഒന്നാണല്ലോ, അല്ലെ? ഇതേ മോഹിനി തന്നെയാണ് ആരാണ്? രാധാറാണിയായിട്ട് വരുന്നത്. അപ്പൊ ഈ രാധാറാണിയെ കാണണം, വീണ്ടും കാണണം എന്നൊക്കെ മഹാദേവന് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതായത് എന്താണ് ദ്വാപരയുഗത്തിലുള്ള എല്ലാ ജീവാത്മാക്കൾക്കും അനുഗ്രഹം കൊടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കൊടുക്കുന്നതായിട്ടും ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 17-ാമത്തെ ശ്ലോകം ധാന്വന്തരം ദ്വാദശമം ത്രയോദശമേവ
ത്രയോദശം മമേവ ചാം അപായയൽ സുരാന മോഹിന്യാ മോഹയാ സ്ത്രിയാ ദ്വാന്വന്തരം ദ്വാദശമം ത്രയോദശമവേവ ചാം അപായയൽ സുരാനന്യേ മോഹിന്യാ മോഹയൻ സ്ത്രിയാം. ഹരേ കൃഷ്ണ. പത്മമാതാജി. ഹരേ കൃഷ്ണ. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായയൽ സുരാൻ അപായയൽ സ്ത്രിയാ സുരാൻ അന്യ മോഹിന്യ മോഹയൻ സ്ത്രിയ. ഹരേ കൃഷ്ണ. മോഹയൻ സ്ത്രീയ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ധന്വന്തരം ദ്വാദശമം ത്രയോദശമം ഏവ ച അപായയാത് സുരൻ അന്യൻ മോഹിന്യാ മോഹയൻ സ്ത്രീയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണമാരി മാതാജി. ഹരേ കൃഷ്ണ. ധന്വന്തരം ദ്വാദശമം ത്രയോദശമേവ ച അപായയൽ സുരാൻ അന്യ മോഹിന്യ മോഹയൻ സ്ത്രിയ. ജ്ഞാനാംബിക ഹരേ മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായയസുരാനന്യ മോഹിന്യ മോഹയൻ സ്ത്രിയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശിലപ്രഭ. ധന്വന്തരം ധന്വന്തരി നാമധേയനായ ഭഗവത് അവതാരം. ദ്വാദശമം ശ്രേണിയിലെ 12ാമത്തെ, ത്രയോദശമം ശ്രേണിയിലെ 13ാമത്തെ. ഏവ നിശ്ചയമായും ച അപായയൽ പാനം ചെയ്യാൻ നൽകി സൂരാൻ ദേവന്മാർ അന്യാൻ മറ്റുള്ളവർ മോഹിന്യ വശ്യമോഹന മനോഹരിതയോടെ മോഹയൻ പ്രലോഭിപ്പിക്കുന്ന സ്ത്രീ രൂപത്തിൽ വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. 12ാം അവതാരത്തിൽ ഭഗവാൻ ധന്വന്തരിയായി പ്രത്യക്ഷപ്പെടുകയും അവതാരത്തിൽ ഒരു സ്ത്രീയുടെ വശ്യമോഹിനിതയോടെ നാസ്തികരെ പ്രലോഭിപ്പിക്കുകയും അമൃതം ദേവന്മാർക്ക് പാനം ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ 12ാമത്തെ അവതാരത്തിൽ എന്താണ് ഭഗവാൻ ധന്വന്തരി ആയിട്ട് അവതരിച്ചു. അതുപോലെ തന്നെ മോഹിനിയായിട്ടും അവതരിക്കുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ കണ്ടത് 11ാമത്തെ അവതാരത്തിൽ കൂർമ്മം 12 ധന്വന്തരി മൂർത്തിയായിട്ട് വന്നു. അതുപോലെ തന്നെ അതേ അവതാരത്തിൽ തന്നെ ഭഗവാൻ മോഹിനിയായിട്ടും അവതരിച്ചു. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകം. നമ്മളപ്പോ അത് കണ്ടു കഴിഞ്ഞായതുകൊണ്ട് നമ്മൾ ഇനി അതിനെപ്പറ്റി വിവരിക്കുന്നില്ല. കാര്യം ഒരേ അവതാരത്തിൽ തന്നെയാണ് ഇത്രയും അവതാരങ്ങൾ നടന്നത് കൊണ്ട് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു. ശ്ലോകം 18. ചതുർദശം നാരസിംഹം ബിഭ്രദ്യൈത്യ ദൈത്യേന്ദ്രിയമൂർജിതം ദദാർ കരജൈ േരകാം കടകൃദ്യധാം. ചതുർദശം നാരസിംഹം ബിഭ്രദ്ദൈത്യേന്ദ്രമൂർജിതം ദദാർ കരജൈ ഏരകാം കടകൃദ്യധാം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചതുർദശം നാരസിംഹം വിപ്രദൈത്യേന്ദ്രമൂർജിതം ദദാർ കരജൈരുരാവേരകാം കടകൃത്യത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണമാരി മാതാജി. ഹരേ കൃഷ്ണ. ചതുർദശം നാരസിംഹം വിപ്രദൈത്യേന്ദ്രമൂർജിതം ദദാർ കരജൈരുരാവേരകാം കടകൃത്യത. ഹരേ കൃഷ്ണ. കടകൃത്യത. കരൈജൈരുരാ ഏരകാം എന്നാണ്. ഏരകാം കൃത്യത. ശകലം ബുദ്ധിമുട്ടാണ് വായിക്കാൻ. സുവിധ മാതാജി. ഹരേ കൃഷ്ണ. ചതുർദശം നരസിംഹം വിപ്രദൈത്യേന്ദ്രമൂർജിതം
ദദാർ കരജൈരൂരാവേരകാം കടകൃത്യതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംസ്കൃതം നമ്മളെ പഠിപ്പിക്കാൻ ഒരു ക്ലാസ് ഒക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു മാതാജി ഓൺലൈനിൽ ഒരുപാട് എടുക്കാൻ തുടങ്ങുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് തുടങ്ങുന്നത്. ഈ വെള്ളിയാഴ്ച തുടങ്ങുന്നതെന്നാ പറഞ്ഞത്. സംസ്കൃതം നമുക്ക് വായിക്കാനൊക്കെ ഇപ്പൊ എളുപ്പമായിരിക്കും. ഓൺലൈനിലാണോ പ്രഭു? ഓൺലൈനിലാ? ഓൺലൈനില്ല. ടൈമിംഗ് എങ്ങനെയൊക്കെ ആയിരിക്കും? സമയം ഇവിടുത്തെ ദോഹയിലെ സമയം 2:30 തൊട്ട് 3:30 വരെ ഉച്ചയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും. ആ, മാതാജി ആ സമയത്ത് ഫ്രീ ആണോ? കുഴപ്പമില്ല, ഉണ്ടാവും, വീട്ടിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മുടെ ക്ലാസ്, അത് കഴിഞ്ഞ് ആ, മറ്റേ അതെ ക്ലാസ്. അതെ, അത് കഴിഞ്ഞ ക്ലാസ്. എല്ലാം കൂടെ ബുദ്ധിമുട്ടായി. എനിക്കും ഫ്രൈഡേ ഫുള്ള് ഒരു ഗ്യാപ്പ് ഇല്ലാതെ വരും അതിനകത്ത് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടു. അപ്പൊ നമ്മള് ചതുർദശം ശ്രേണിയിൽ 14-ാമത്തെ നാരസിംഹം അർദ്ധനരനും അർദ്ധകേസരിയുമായ ഭഗവത് അവതാരം ബിഫ്രൽ ആഗമിച്ചു. ദൈത്യ ഇന്ദ്രൻ നാസ്തികരുടെ രാജാവ് ഊർജിതം ദൃഢമായി നിർമ്മിക്കപ്പെട്ട ദദാര രണ്ടായി പിളർന്നു. കരജൈ നഖങ്ങളാൽ ഊരത മടിത്തട്ടിൽ ഏരകാം ഈറ അല്ലെങ്കിൽ ചൂരൽ കട കൃത് ദാരു കർമ്മൻ അല്ലെങ്കിൽ ആശാരി യഥാ സമാനമായി അല്ലെങ്കിൽ സദൃശമായി 14-ാം അവതാരത്തിൽ ഭഗവാൻ നരസിംഹമായി. അപ്പൊ 12ഉം 13ഉം നമ്മൾ കണ്ടു അല്ലെ? ധന്വന്തരിയും മൂർത്തിയും അതുപോലെ തന്നെ മോഹിനിയും. 14-ാമത്തെ അവതാരത്തിൽ ഭഗവാൻ നരസിംഹദേവനായി പ്രത്യക്ഷപ്പെടുകയും നാസ്തികനായ ഹിരണ്യകശിപുവിന്റെ ദൃഢശരീരത്തെ ദാരുകർമ്മൻ ഈറ പിളർക്കുന്ന ലാഘവത്തോടുകൂടി തന്റെ കൂർത്ത നഖങ്ങളാൽ രണ്ടായി പിളർക്കുകയും ചെയ്തു. അപ്പം നമ്മള് നരസിംഹ അവതാരത്തെ പറ്റി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പം ഒരു ഈറ എങ്ങനെയാ പിളർക്കുന്ന? ഈ ആശാരിമാരെ ഈറ എങ്ങനെ പിളർക്കില്ല? അത്ര ലാഘവത്തോടു കൂടി എന്ത് ചെയ്തു? തൂണ് രണ്ടായിട്ട് പിളർന്ന് എന്താണ് ഉഗ്രരൂപിയായിട്ടുള്ള പകുതി മനുഷ്യനും പകുതി മൃഗവുമായിട്ടുള്ള ആ രൂപത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ അറിയായിരുന്നു കഴിഞ്ഞ നമ്മള് വരാഹ അവതാരത്തിൽ അനുജനായ ഹിരണ്യാക്ഷനെ വധിക്കുന്നത് കണ്ട്. അപ്പൊ ജ്യേഷ്ഠനായ ഹിരണ്യകശിപു ബ്രഹ്മദേവനെ തപസ്സിരുന്ന് ഒരുപാട് വരദാനങ്ങൾ ആരും ലോകത്തിൽ ഇതുവരെ ചോദിച്ചിട്ടുമില്ല, ഇനി ആരും ചോദിക്കുകയില്ലാത്ത രീതിയിലുള്ള അവതാരങ്ങളാണ് ചോദിച്ചത് അല്ലെ? ദേവനോ മനുഷ്യനോ മൃഗമോ ഒരാളുടെ ഗർഭപാത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു യോനിയിൽ കൂടെ വന്നതായിരിക്കരുത്. പിന്നെന്താണ്? ഒരു ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ പാടില്ല. അകത്തോ പുറത്തോ ആകാശത്തോ ഭൂമിയിലോ പാതാളത്തോ വെച്ച് പറ്റില്ല. അതുപോലെ തന്നെ ഒരു എന്താണ് ഈ 12 മാസങ്ങളിൽ ഒന്നും തന്നെ ആകാൻ പാടില്ല. അങ്ങനെ എന്താണ് അതുപോലെ കണ്ടീഷൻസ് പറഞ്ഞാൽ അതൊരു ഭയങ്കര കണ്ടീഷൻസ് ആയിരുന്നു. ഒരിക്കലും ഒരാൾക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ഭഗവാൻ വളരെ നിഷ്പ്രയാസം ബ്രേക്ക് ചെയ്തു അല്ലേ? അങ്ങനെ ഈ അദ്ദേഹത്തിന് ഉണ്ടായ മകനോ, ഇദ്ദേഹം ഈ തപസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താണ്? ആർക്കാ പറയാന്ന്? ഈ ഹിരണ്യ കശിപുവിന്റെ കയാതു. അപ്പൊ കയാതുവിനെ ഇന്ദ്രനും പാർട്ടിക്കാരും അവരുടെ സ്വർഗം ഒക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് കണ്ടത് കയാതുവിനെ. അങ്ങനെയാണെങ്കിൽ ഈ ജനിക്കുന്നതും അസുരനല്ലേ? ഈ സ്ത്രീയെ തന്നെ അങ്ങ് കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നീട് ഇവന്റെ കുലത്തിൽ ഇങ്ങനെ ഒരു സാധനം വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രപഞ്ചത്തിന് മുഴുവൻ ഇതാകും, ഭയങ്കര ഉപദ്രവമായി മാറും. അതുകൊണ്ട് ഈ സ്ത്രീയെ ഇതേ ഗർഭാവസ്ഥയിൽ തന്നെ കൊല്ലാം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ അപഹരിച്ചു കയാതുവിനെ. അങ്ങനെ പോകുന്ന വഴിക്ക് നാരദമുനി കണ്ടപ്പോ സ്ത്രീഹത്യ, അത് അസുര സ്ത്രീ ആണെങ്കിൽ കൂടി അത് എന്താണ്? വളരെയധികം അപരാധമാണ്. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയാണ് അത്. പിന്നെ നിങ്ങള് എന്താണ്? ഒരുപാട് ഈ പാപങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത പാപങ്ങളായി മാറും ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ വധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നാരദമുനി എന്ത് ചെയ്തു? അവരുടെ അടുക്കൽ നിന്ന് ആ സ്ത്രീയെ മോചിപ്പിച്ച് നാരദമുനിയുടെ ആശ്രമത്തിൽ കൊണ്ടേ താമസിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്നിട്ട് എന്താ ശ്രീമദ് ഭാഗവതമൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇവരെ ഇരുന്ന് ഉറങ്ങുകയും കേൾക്കുകയും, ഈ അസുര സ്ത്രീക്ക് എന്ത് മനസ്സിലാകാനാണ്? പക്ഷെ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഉള്ളില്. അവിടെ നിന്നുകൊണ്ട് എന്താണ്?
ആ കുട്ടി അവിടെ നിന്നുകൊണ്ട് മൂളാൻ തുടങ്ങി. അതുപോലെ തന്നെ നാരായണ ജപിക്കാൻ തുടങ്ങി. പുറത്തേക്ക് വന്നപ്പോൾ നാരായണ നാമം ജപിച്ചുകൊണ്ട് ആ കുട്ടി പുറത്തേക്ക് വന്നു. നാരദമുനി പേരിട്ടു. എന്താണ്? പ്രഹ്ലാദൻ എന്നുള്ള പേരിട്ടു. അങ്ങനെ ഹിരണ്യകശിപു തപസ്സെല്ലാം കഴിഞ്ഞെത്തി കഴിഞ്ഞപ്പോൾ നാരദമുനി അവിടെ കൊണ്ടേ ആക്കി കയാധുവിനെയും കുട്ടിയെയും. അങ്ങനെ കുട്ടിയെ വിദ്യാഭ്യാസത്തിന് ശുക്രാചാര്യരുടെ മക്കളായ ചണ്ട, അമർക്ക എന്നിവരെ ഏർപ്പെടുത്തി. അപ്പൊ ഹിരണ്യായ നമഃ എന്ന് വേണം എല്ലാവരും ജപിക്കാനായിട്ട്. അത് പഠിപ്പിക്കാൻ വിട്ടതാണ്. അപ്പം ഈ അസുരന്റെ പുത്രനായിട്ട് ഉണ്ടായിട്ടും ആരായിട്ടാണ് ഉണ്ടായത്? പ്രഹ്ലാദനായിട്ടാണ് ഉണ്ടായത് അല്ലെ? ഇത്രയും വലിയ എല്ലാവർക്കും ആഹ്ലാദം കൊടുക്കുന്ന ആളായിട്ടാണ് ഉണ്ടായത് അല്ലെ? അപ്പൊ എല്ലാവരെയും നാമജപത്തിന്റെ ഇമ്പോർട്ടന്റ് ഈ കുട്ടി പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരെയും കൊണ്ട് നാരായണായ നമ്മ ജപിപ്പിച്ചു. അപ്പൊ ആ കുട്ടിയുടെ ഈ ഗുരുനാഥന്മാരെ പോലും എന്താണ് നാരായണ, അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസമാണ് ഭഗവാന്. കാര്യം ഉള്ളിൽ വെച്ചിട്ട് ഭഗവാനെ കൊടുത്തു. ഗുരു ഭഗവാനെ എന്താണ് ഗർഭത്തിൽ വെച്ച് കൊടുത്തു. അതാണ് ഗർഭ ശുശ്രൂഷ അല്ലെങ്കിൽ ഗർഭ സംസ്കാരം എന്ന് പറയുന്നത് നമ്മള് പൗരാണികര്. അപ്പൊ ആ ഗർഭ സംസ്കാരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്, ഒരുപാട് വലിയ ട്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഉള്ളിൽ വെച്ച് തന്നെ ഗ്രഹിച്ചിരിക്കുന്നു. അത്രയും നല്ല മനപ്പാടായിട്ടാണ് ഭാഗവതം മുഴുവൻ അറിഞ്ഞിട്ടാണ്. പ്രഹ്ലാദന്റെ ഉപദേശം, ഈ 5 വയസ്സുള്ള കുട്ടിയുടെ ഉപദേശം ഭാഗവതത്തിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ ബൃഹത്തരമായിട്ടുള്ള ഒരു അസുരന്റെ രണ്ടുപേരും, അച്ഛനും അമ്മയും അസുരനാണ് അല്ലെ? ഒരേ രണ്ടവൻ അസോസിയേഷൻ ഓഫ് എ പ്യുവർ ഡിവോട്ടി. ഒരു ഗുരുവിന് മാത്രമേ ആർക്ക് പറ്റുള്ളൂ? ശരിയായിട്ടുള്ള ഒരു ഗുരുവിന് മാത്രമേ ഭഗവാനെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഭഗവാനെ കിട്ടി ഗുരുവിൽ നിന്ന് ഗർഭത്തിൽ വെച്ചിട്ട് തന്നെ. അപ്പൊ അതാണ് ആ ഒരു കുട്ടിയുടെ ആ മികവിന്റെ ഒരു ലക്ഷണം. അങ്ങനെ ആ കുട്ടി പലതവണ ഹിരണ്യകശിപു വാണിംഗ് കൊടുത്തു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും ഈ മഹാവതാര നരസിംഹ കണ്ട ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ, അതായത് കടലിലേക്ക് എറിഞ്ഞു കൊല്ലാൻ നോക്കി. അപ്പൊ എന്ത് ചെയ്തു? ഭഗവാൻ താങ്ങി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഇവിടെ വരുണദേവന്റെ സാമ്രാജ്യത്തിൽ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട് അതിന്റെ ഭാഗങ്ങൾ. പിന്നെ എന്താണ്, ഈ ഹോളിക, ഹിരണ്യകശിപുവിന്റെ പെങ്ങളായ ഹോളിക ഈ ഒരു വരം കിട്ടിയിട്ടുണ്ട്. എന്താണ്? തീയിൽ കാത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊന്നും പൊള്ളലേക്കത്തില്ല. അങ്ങനെ ഹോളിക എന്ത് ചെയ്തു? സ്വന്തം ആങ്ങളയുടെ പുത്രനെ എന്ത് ചെയ്തു? മടിയിലിരുത്തി തീക്കകത്ത് പ്രവേശിച്ചു. അങ്ങനെ ഹോളിക വെന്തിച്ചാമ്പലായി. പ്രഹ്ലാദനൊന്നും സംഭവിച്ചില്ല. വിഷസർപ്പങ്ങളുടെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തു. വിഷസർപ്പങ്ങളൊക്കെ എന്ത് ചെയ്തു? പ്രഹ്ലാദനെ തൊഴുത് പിൻവാങ്ങി. അതുപോലെ തന്നെ പ്രഹ്ലാദന് എന്തെങ്കിലും പേടി ഉണ്ടായിരുന്നു, വിഷസർപ്പം ദംശിക്കും എന്നെ. അതുപോലെ തന്നെ മത ഇളകി ആനയുടെ അടുത്തേക്ക് ആന ചവിട്ടിയത് എന്താണ്? പുഷ്പം പോലെയായി മാറി പ്രഹ്ലാദന്റെ ശരീരത്തില്. മതയാനകളൊക്കെ വന്ന് ചവിട്ടാനായിട്ട് കാല് പൊക്കി, കാല് താഴുന്നില്ല. അതുപോലെ തന്നെ ഈ അങ്ങനെ വേറെ എന്താണ്, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു. അപ്പൊ ഭഗവാൻ നേരെ വന്ന് കൈകൾ കൊണ്ട് താങ്ങി. അപ്പോൾ അങ്ങനെ ഭഗവാനുമായിട്ടൊരു ഇതുണ്ട്. സമുദ്രത്തിലേക്ക് വീണ സമയത്ത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഭഗവാൻ 4 കൈകൾ കൊണ്ട് താങ്ങി. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഞാൻ നീ വിളിക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും അവിടെ ഞാൻ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഭഗവാൻ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് പ്രഹ്ലാദന്. അപ്പം ഭഗവാൻ ഒരു തപസ്സും ഒന്നും ചെയ്യാതെ ഒരാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ആ ആൾ എത്രമാത്രം ക്വാളിറ്റി ഉള്ളവരായിരിക്കണം എന്ന് മാത്രം വിചാരിക്കുക അല്ലെ? നമ്മൾ ബാക്കിയുള്ളവരൊക്കെ എത്രയോ തപസ് ചെയ്തിട്ടാണ് അല്ലെ ഭഗവാൻ, എന്നാലും വരുമോ? ഇല്ല. എത്ര തപസ് ചെയ്താൽ, എത്ര ജന്മം തലകുത്തി വീണ അവസ്ഥ ചെയ്താൽ മറ്റുള്ള ദേവീദേവന്മാരൊക്കെ വരും. ഇന്ദ്രനോ ചന്ദ്രനോ അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള ദേവന്മാരെല്ലാം, ദേവിയും മഹാദേവനും ഒക്കെ തന്നെ ഭയങ്കര പെട്ടെന്ന് തന്നെ പ്രസന്നരാകുന്നവരാണ്. പക്ഷെ ഭഗവാനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്താണ്? നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. പുറമേ നമ്മൾ എത്ര കഠിനമായ തപസ് ചെയ്താലും ഹൃദയത്തിൽ എന്താണെന്നുള്ളത് അറിയാൻ ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ. കാര്യം എന്താണ്? ഭഗവാൻ ഹൃദയത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാം. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ? അങ്ങനെ അങ്ങനെ ഭഗവാൻ ഇദ്ദേഹം എന്ത് ചെയ്തു? അവസാനം എന്ത് ചെയ്തു? സ്വന്തം അമ്മയെ കൊണ്ട് വിഷം കൊടുപ്പിച്ചു. ആരെ? കയാധുവിനെ കൊണ്ട് വിഷം കൊടുപ്പിച്ചപ്പം അമ്മയ്ക്കാണ് സങ്കടം സഹിക്കാൻ വയ്യാമല്ലോ. പ്രഹ്ലാദൻ എന്ത് ചെയ്തു? അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? ഇതുകൊണ്ട് ഞാൻ ചാകാനാണ് മാർഗമെങ്കിൽ എന്താണ്, അമ്മ എന്തിനു ഭയപ്പെടുന്നു? അമ്മ യാതൊന്നിനെ ഭയപ്പെടുന്നു, ഭഗവാനെ മാത്രം വിശ്വസിക്കുക, ഞാൻ ധൈര്യമായിട്ട് കുടിക്കുക, എനിക്ക് യാതൊരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് ആ വിഷം മേടിച്ച് കുടിച്ചു. ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം കണ്ട് ആകെ കലി ചെറുന്നപ്പം എന്താണ്, ഈ
ഹിരണ്യകശിപുവിന് എന്താണ് കലി അടക്കമുള്ള അസുരന്മാരല്ലേ, അതുപോലെ തന്നെ ഈ രജോ ഗുണം തമോ ഗുണം എല്ലാം കൂടെ കൂടി അങ്ങോട്ട് കലി ഇളകി ആ, നിന്റെ ഹരി എവിടെയെന്ന് ചോദിക്കുന്നു. എന്റെ ഹരി മണ്ണിലും വിണ്ടിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. വിളിക്കൂ അവനെ, എവിടെയുണ്ട് നിന്റെ ഹരി, എവിടെ ഒളിച്ചിരിക്കുന്നു? ഇപ്പം ഈ തൂണിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഈ തൂണിലും ഉണ്ട്, അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. അപ്പം ഭഗവാൻ ആ തൂണിൽ നിന്ന് ദർശനം കൊടുക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പം അത്രയ്ക്ക് എന്താണ് ഭക്തന് ഗ്യാരണ്ടി കൊടുക്കുവാണ് അല്ലെ, നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തും. അങ്ങനെ ആ ഹിരണ്യകശിപു ആ തൂണ് അടിച്ചു പൊളിച്ചു. അപ്പൊ അവിടെ നിന്ന് എന്താണ് തൂണ് ഇങ്ങനെ പിളർന്ന് അത്യുഗ്രമായിട്ടുള്ള എന്താണ് ഗർജനത്തോടു കൂടി അവിടെ നിന്ന് ഒരു സിംഹം, പകുതി സിംഹവും പകുതി മനുഷ്യനുമായിട്ട് അവിടെ നിന്ന് എടുത്തു ചാടി. അങ്ങനെ അതിഘോരമായ യുദ്ധം നടക്കുകയാണ് ഹിരണ്യകശിപുവും അതുപോലെ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? യുദ്ധം നടത്തി. രണ്ട് കാര്യത്തിനാണ് യുദ്ധം നടത്തിയത്. അല്ലെങ്കിൽ ഭഗവാൻ നിഷ്പ്രയാസം ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് ഇങ്ങനെ ഒരൊറ്റ വര വരച്ചു കഴിഞ്ഞാൽ തീരുന്നേ ഉള്ളൂ അല്ലെ. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ഇത് ആരാണ്? വേറെ ആരും അല്ല ഹിരണ്യകശിപു. ആരാണ്? വിജയനാണ് അല്ലെ. ഭഗവാൻ ദ്വാരപാലകനാണ് അല്ലെ. അപ്പം അവർക്ക് എന്താണ് ഒരുപാട് ആഗ്രഹമുണ്ട്. ഭഗവാൻ ഒരുപാട് യുദ്ധത്തിലൊക്കെ പോയി ചെയ്യുമ്പോൾ ഇവർക്കൊരു അവസരമൊന്നും കിട്ടാറില്ല അല്ലെ. അപ്പൊ ഭഗവാനുമായിട്ടൊന്ന് യുദ്ധം പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആഗ്രഹം സാധിച്ചു കൊടുത്ത് നേരിട്ട് വൈകുണ്ഠത്ത് നിൽക്കുമ്പോ കാവൽക്കാരൻ യജമാനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് സാധ്യമാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്തു? അസുരനായിട്ട് വന്നപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു. അതാണ് നമ്മൾ പറയുന്നത്, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ ഏത് ജന്മത്തിലെങ്കിലും സാധിച്ചു തരും. കാര്യം ഹൃദയത്തിൽ അദ്ദേഹം ഇരുന്നത് എല്ലാം അറിയുന്നുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം അത് സാധിച്ചു തരും. ചിലപ്പോ ഈ ജന്മത്തിൽ ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും ജന്മത്തിലായിരിക്കും. അപ്പം അദ്ദേഹം അത് സാധിച്ചു കൊടുത്തു. പിന്നെ രണ്ടാമത് എന്താണ് ഈ യുദ്ധം നടത്തേണ്ട കാര്യം? ത്രിസന്ധി ആകണം അല്ലെ. ത്രിസന്ധി ആകണം. ത്രിസന്ധി ആകാനായിട്ട് ഭഗവാൻ കാത്തിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് ത്രിസന്ധ്യ സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. നേരെ ഹിരണ്യകശിപുവിനെ എടുത്ത് വളരെ പുഷ്പം സമാനമായിട്ട് എടുത്തിട്ട് ഉമ്മറപ്പടിയിൽ അങ്ങ് കയറിയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എന്താണ് മടിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ നഖങ്ങൾ കൊണ്ട് ആ ചങ്ക് കീറി എന്ത് ചെയ്തു? ആ ചോരയും കുടൽമാലയൊക്കെ എടുത്ത് ധരിച്ച്, അത് കഴിഞ്ഞിട്ട് ഹിരണ്യകശിപുവിന്റെ ശവശരീരം എടുത്ത് എറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ അവിടെ ഇരുന്ന് അങ്ങ് ഗർജിക്കാൻ തുടങ്ങി. സർവ്വ പ്രപഞ്ചങ്ങളും നടുങ്ങി. അതുപോലെ കണ്ണിൽ നിന്ന് എന്താണ് ക്രോധം കാരണം എന്താണ് അഗ്നിയാണ് പോകുന്നത്. പ്രപഞ്ചങ്ങളെല്ലാം തീ പിടിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഭഗവാന്റെ ക്രോധാഗ്നി തടുക്കാനായിട്ട് ഈ ദേവന്മാരെല്ലാരും അവിടെ വന്ന് ത്രാഹിമാം ത്രാഹിമാം പറഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ഭഗവാനെ വിളിച്ചു. മഹാദേവൻ വന്ന് വിളിച്ചു നോക്കി. ഭഗവാൻ ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ എല്ലാവരും ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, അവിടുത്തെ പതിയല്ലേ, പോയി ശാന്തനാക്കുമെന്ന് പറഞ്ഞു. ഞാനെങ്ങും ഇല്ല അങ്ങോട്ട്. ഇതുപോലെ ക്രുദ്ധനായിട്ട് ഞാൻ എന്റെ പതിയെ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ക്രോധം ശമിപ്പിക്കാൻ ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ, അദ്ദേഹത്തിന്റെ ഭക്തന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്രഹ്മദേവൻ നാരദമുനിയല്ലേ ഗുരു. അപ്പൊ ഗുരുവാണ് ഒരു ശിഷ്യനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് അല്ലെ. അപ്പം ഗുരു എന്ത് ചെയ്തു? ഒരു പുഷ്പമാല ഹാരം കൊടുത്തിട്ട് പ്രഹ്ലാദനോട് പറഞ്ഞു, നീ ഭഗവാനെ ചെന്ന് ഇത് അണിയിക്കൂ, ഭഗവാൻ ശാന്തനാകട്ടെ എന്ന് പറഞ്ഞു. അപ്പം അത്രയും ക്രുദ്ധനായിട്ടിരിക്കുന്ന ഭഗവാൻ പ്രഹ്ലാദൻ ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പോ ആ മാല്യം സ്വീകരിച്ചു. അപ്പോഴേ ആ തീജ്വാലകളെല്ലാം തന്നെ എന്ത് ചെയ്തു? അങ്ങ് ഒഴിവായി മാറി. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ സുന്ദരമായ ഒരു രൂപത്തില് എന്ന് വളരെ ശാന്തനായിട്ട് ഭഗവാൻ ഇരുന്നു. ആ സമയം നോക്കി ലക്ഷ്മി ദേവി ഓടി വന്ന് കയറി അവിടെ ഇരുന്നു ആ സിംഹാസനത്തില്. അങ്ങനെ ഹിരണ്യകശിപുവിന്റെ സിംഹാസനത്തില് ഭഗവാനും അങ്ങനെ ലക്ഷ്മി നരസിംഹമൂർത്തിയായി അവിടെ വിരാജിച്ചു, എല്ലാവർക്കും അനുഗ്രഹം കൊടുത്ത്. അപ്പൊ എന്ത് ചെയ്തു? പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു സിംഹം അതിന്റെ കുട്ടിയെ എങ്ങനെ നക്കി തുടങ്ങുന്ന മാതിരി എന്ത് ചെയ്തു? പ്രഹ്ലാദനെ നക്കി തുടച്ചു ഭഗവാൻ. കാര്യം ഭഗവാൻ ഭക്തവത്സലനല്ലേ. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ആ ഭക്തന്മാരോടുള്ള അധികമായിട്ടുള്ള പ്രേമം ഭഗവാൻ അവിടെ കാണിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? പ്രഹ്ലാദൻ അവിടെ ഒരു സ്തുതി അങ്ങ് കൊടുക്കുകയാണ് ഭഗവാനെ പ്രസന്നനാക്കാൻ വേണ്ടിയിട്ട്. നരസിംഹ കവചം അല്ല, നമ്മൾ ഭാഗവത്തിലെ പ്രഹ്ലാദന്റെ സ്തുതി നമ്മൾ കാണുന്നുണ്ട്. നരസിംഹ കവചം ആ സമയത്ത് ദേവന്മാരെല്ലാരും ജപിച്ചതാണെന്ന് പറയുന്നുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്.
അറിയാമല്ലോ, ശ്രീ ശ്രീരാമാനുജാചാര്യ നരസിംഹകവചം നരസിംഹകവചം വക്ഷേ പ്രഹ്ലാദേന ദിനം പുരാ സർവരക്ഷാകരം പുണ്യം സർവോപദ്രവനാശനം സർവസമ്പത്കരം ചൈവ സ്വർഗമോക്ഷപ്രദായകം ധ്യാത്വാ നരസിംഹം ദേവേശം ഹേമസിംഹാസനസ്ഥിതം എന്ന് പറഞ്ഞു തുടങ്ങുന്ന നരസിംഹ കവചം. അങ്ങനെ ആ നരസിംഹ കവചം എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആണ്, അല്ലെ? നമുക്കുണ്ടാകുന്ന ഏത് ആദിവ്യാധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നരസിംഹ കവചം. അപ്പൊ അതിനകത്തെ ഫലം തന്നെ നോക്കിയാൽ മതി, അല്ലെ? സർവരക്ഷാകരം പുണ്യം സർവോപദ്രവ നാശനം. അതിൽ തന്നെ എല്ലാം ഉണ്ട്, ഞാൻ മലയാളത്തിൽ പറയേണ്ട ആവശ്യമില്ല. സർവസമ്പത്കരം ചൈവ സ്വർഗമോക്ഷപ്രദായകം ധ്യാത്വാ നരസിംഹം ദേവേശം ഹേമസിംഹാസനസ്ഥിതം. പിന്നീട് അങ്ങോട്ട് തുടങ്ങണം. ആദ്യം തന്നെ ഫലശ്രുതി കുറച്ച് ഭാഗം പറഞ്ഞിട്ടാണ് ബാക്കി അങ്ങ് തുടങ്ങുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ട്. പ്രേതങ്ങളോ പിശാചുക്കളോ ഒരു സാധനവും നമ്മളുടെ അടുത്തെത്തത്തില്ല നരസിംഹ കവചം നിത്യം ജപിക്കുന്ന ആളുടെ അടുക്കില്ല, അല്ലേ? അപ്പൊ അങ്ങനെ നരസിംഹാവതാരം വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഉണ്ടായ ഒരു ഭഗവാന്റെ ഒരു അവതാരമാണ്, അല്ലെ? വളരെ കുറച്ച് സമയത്ത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? യാതൊരു ഭൗതിക ലോകത്തുള്ള ഒരു കണ്ടീഷനിലും നമുക്ക് ഭഗവാനെ അളക്കാവുന്നോ ഭഗവാനെ തോൽപ്പിക്കാവുന്നോ വിചാരിക്കരുത്. എത്ര ബുദ്ധിമാന്മാരായാലും, നമ്മൾ എത്ര എത്ര ഐക്യു, എത്ര ഇന്റലിജൻസ് ലെവലിലും അതിലൊന്നും ഭഗവാനെ അളക്കാനായിട്ട് ആരും ശ്രമിക്കരുത്, അല്ലെ? ഒരു കണ്ടീഷനിൽ. ഈ കണ്ടീഷനിലൊക്കെ ഭഗവാൻ എത്ര, അതായത് അകവും പുറവുമല്ല, ഉമ്മറപ്പടിയില് പകലോ രാത്രിയാണോ ത്രിസന്ധ്യ, ഈ 12 മാസങ്ങളിൽ ഒന്നല്ല. എന്താണ്? പുരുഷോത്തമ മാസം 13ാമത്തെ മാസം. പിന്നെ എന്താണ്? ദേവനോ മനുഷ്യനോ നരനോ അല്ല, ഒരു സ്ത്രീ പ്രസവിച്ചതോ അല്ല. ഭഗവാൻ അയോനിജനാണ്, അല്ലെ? ഒരു സ്ത്രീയിൽ നിന്നാണ്, തൂണ് പിളർന്നാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എന്താണ്? പകുതി മനുഷ്യനും ഇത് നഖങ്ങൾ കൊണ്ടാണ്, ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ദേവനോ അസുരനോ യക്ഷനോ കിന്നരനോ ഒന്നുമല്ല, ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലുള്ള ഒരു സംഭവമല്ല, അല്ലെ? അപ്പൊ ഈ ഹിരണ്യകശിപു ഏതെല്ലാം കണ്ടീഷൻ ഉണ്ടാക്കിയോ അതിനെയൊക്കെ ഭഗവാൻ വളരെ എന്നിട്ട് ബ്രഹ്മദേവൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, ഇനി ഇതുപോലുള്ള അവതാരങ്ങൾ, ഇതുപോലുള്ള വരദാനം കൊടുക്കരുത്, ആലോചിച്ച് സൂക്ഷിച്ചും വേണം വരം കൊടുക്കുമ്പോൾ കൊടുക്കാനെന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ ഒരു ശാസനയും നൽകിയിട്ടാണ് ഭഗവാൻ അവിടുന്ന് തിരോധാനം ചെയ്തത്. അങ്ങനെ പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, എന്ത് വരദാനമാണ് നിനക്ക് വേണ്ടത്? ഞാൻ നിന്നിൽ പ്രസന്നായി. പ്രഹ്ലാദന്റെ സ്തുതി കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്. അപ്പൊ ഭക്തന്മാര് എന്ത് വരമാണ് ചോദിക്കുന്നത് ഭഗവാനോട്? എന്നോട് ഒരു വരവും എന്നോട് ചോദിക്കരുത് എന്നുള്ളൊരു വരദാനം മാത്രമേ എനിക്ക് തരേണ്ടതായിട്ടുള്ളൂ. ഒരു വരം അങ്ങ് ദയവ് ചെയ്തിട്ട് എന്നോട് ചോദിക്കരുത്. അങ്ങനെ ഒരു വരം വേണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് അങ്ങോട്ടുള്ളൂ. എന്താണ്? വരം തന്നു കഴിഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത് എന്താണ്? നിന്നിൽ പ്രസന്നനായി നിനക്ക് ഞാൻ വരം തരാൻ വേണ്ടിയിട്ട് തന്നെയാ ഇത്രയും വലിയൊരു അവതാരം എടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നിനക്ക് വരം തരാതെ ഞാൻ എങ്ങനെ എനിക്ക് പോകാൻ പറ്റും? അങ്ങ് എനിക്ക് വരം തന്നു കഴിഞ്ഞാൽ ഞാനൊരു അസുരന്റെ കുട്ടിയല്ലേ? ഞാൻ ആ വരദാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താവും എന്നാണ് അസുരന്റെ ഒരു ഇതാകത്തില്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങ് ഒരേ ഒരു വരദാനം മാത്രം തരിക, ഒരു വരം ചോദിക്കാനായിട്ടുള്ള എനിക്ക് അങ്ങയുടെ ദർശനം തന്നെയാണ് ഏറ്റവും വലിയ വരദാനം. ഒരു വരം ചോദിക്കാനായിട്ട് ഒരിക്കലും എനിക്ക് ഒരു തോന്നൽ ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രം മതി എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ വീണ്ടും സമ്മതിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞു ഒരു വരം മേടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പ്രഹ്ലാദൻ പറയാണ്, അങ്ങ് എന്റെ പിതാവിനോട് ക്ഷമിക്കുക, അത്രയും മാത്രം മതി. കാര്യം അതിനു മാത്രം ഒരുപാട് സന്യാസിമാരെയും അതുപോലെ സജ്ജനങ്ങളെ ഉപദ്രവിച്ച ആളെ എന്റെ പിതാവിനോട് അങ്ങ് ക്ഷമ കൊടുക്കുക. അപ്പൊ നിന്റെ പിതാവിന് മാത്രമല്ല, അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 ഓഫറാണ്, അല്ലെ? കൊടുക്കുന്നത്, അല്ലെ? നമ്മളിപ്പോ സെയിലിന് പോകുന്നില്ലേ? ഇപ്പം ഭഗവാൻ കൊടുത്ത ഓഫർ ഒന്നെടുത്താൽ 2 അല്ല, ഭഗവാൻ കൊടുത്തത് 14 ഓഫർ അങ്ങോട്ട് കൊടുത്തത്. നിന്റെ പിതാവിനെ മാത്രമല്ല 7 ജന്മം പുറകോട്ടുള്ളവർക്കും 7 ജന്മം കഴിഞ്ഞു വരുന്നവർക്കും എല്ലാവർക്കും ഞാനത് ഫ്രീ ആയിട്ട് മോക്ഷം കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രഹ്ലാദന്റെ കൊച്ചുമകനായിട്ട് വന്ന മഹാബലി അടക്കം എല്ലാവർക്കും, അതുപോലെ തന്നെ ബാണാസുരൻ അടക്കം എല്ലാവർക്കും ഭഗവാൻ എന്ത് ചെയ്തു? മോക്ഷം കൊടുത്തു. ബാണാസുരനെ ശ്രീകൃഷ്ണ അവതാരത്തിൽ വന്ന് ഭഗവാൻ മോക്ഷം കൊടുത്തു, അല്ലെ? എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പൊ അതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ ഭക്തന്മാരാരും സാധാരണക്കാരല്ല. അതുപോലെ തന്നെ ഭഗവാൻ പ്രസന്നനാകണമെങ്കിൽ അത് നമ്മൾ സാധാരണ രീതിയിലുള്ള ആ ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ
കോണ് കഹത്തെ ഹേ ഭഗവാൻ ആത്തെ നഹി മാം യശോദ കെ ജൈസെ ബുലാത്തെ നഹി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മള് ഭഗവാനെ വിളിക്കേണ്ട പോലെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളുടെ അടുത്തേക്ക് വരും. ആ ശ്ലോകം നമ്മൾ ഇതിനകത്ത് കണ്ടല്ലേ? നമ്മൾ ഏത് രീതിയിൽ വിളിക്കുന്നു ആ രീതിയിൽ ഭഗവാൻ നമ്മളെ റെസിപ്രോക്കേറ്റ് ചെയ്യും. അത് യുഗങ്ങൾ ഏതായാലും ശരി. ഇപ്പൊ നമുക്ക് ഭഗവാന്റെ ആ രൂപത്തിൽ മുന്നിൽ വന്ന് നിൽക്കണം എന്നില്ല. ഭഗവാൻ അതല്ലാതെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മളുടെ അടുക്കൽ റെസിപ്രോക്കേറ്റ് ചെയ്യാം. നമ്മൾ ഭഗവാന്റെ ആ ഒരു നീലശ്യാമ മേഘ വർണ്ണത്തിൽ ഭഗവാൻ നമ്മളുടെ മുൻപിൽ വന്ന് നിൽക്കണം നമ്മൾ വാശി പിടിക്കരുത്. നമ്മളുടെ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളിൽ പ്രസന്നനാകും എന്നുള്ളതിന് പ്രമാണമുണ്ട്. അങ്ങനെ അനുഭവിച്ചറിഞ്ഞ് ഒരുപാട് പേര് സാക്ഷ്യം നൽകിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ 2 പ്രമാണങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ 2 പ്രമാണങ്ങൾ? പിന്നെ ഒരാള് യൂട്യൂബിൽ ഇട്ടിരുന്നാണ് 2 പ്രമാണങ്ങൾ. അയാൾക്ക് ഒരുപാട് അനുഭവസ്ഥർ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്യുന്നു. ഒരു സിനിമാ നടനാണ്, അനൂജ് ശർമ്മ. പറഞ്ഞല്ലോ. മറന്നുപോയി അതിന്റെ അടുക്ക. ശരിയാ, ആ പേരും പറഞ്ഞു. സംഭവം ഓർമ്മയില്ലല്ലേ? ആ, മറന്നു. എന്തായിരുന്നു? അനൂജ് ശർമ്മ. നമ്മള് ഗീതാഗോവിന്ദം പാരായണം നടത്തി ഭഗവാനെ മുൻപിൽ ഒരു ആസനം ഇട്ടിട്ട് സങ്കല്പിച്ചിട്ട് അവിടെ ഇരുത്തുക. എന്നിട്ട് ഭഗവാനെ ഗീതാഗോവിന്ദം വായിച്ച് കേൾപ്പിക്കുക. അപ്പോൾ ഒന്നുകിൽ ഭഗവാന്റെ പാദമുദ്രകള്, അല്ലെങ്കിൽ ഭഗവാൻ മയിൽപീലി, അല്ലെങ്കിൽ ഭഗവാന്റെ രത്നങ്ങളോ അല്ല മുത്തുമാലകളിൽ ഒരു മുത്തോ, അല്ലെങ്കിൽ ഗോപീചന്ദനം, അല്ലെങ്കിൽ സുഗന്ധമായിരിക്കും. ഭഗവാൻ വന്നു കഴിയുമ്പോൾ എന്താണ്? കസ്തൂരി തിലകം ലലാടഫലകീയ വക്ഷസ്ഥലെ കൗസ്തുഭത്തിന്റെ ഒക്കെ ആ ഒരു ഗന്ധം. വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലേൻ കണ്ടേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. എന്താണ്? ആ കസ്തൂരി തിലകത്തിന്റെയും ആ ഹരിചന്ദൻ, സർവാംഗേ ഹരിചന്ദനം, സർവ്വ അംഗങ്ങളിലും ഹരിചന്ദനമാണ് പൂശിയിരിക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ ആ സുഗന്ധം നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ആസനത്തിൽ ഒരു തുളസിയായിരിക്കും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 2 പാദങ്ങൾ പതിഞ്ഞിരിക്കും. നമ്മളുടെ ആ ഒരു ഭാവം, ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭാവം ഏതാണെന്നോ ആ തരത്തിലുള്ള ഒരു അടയാളം നമുക്ക് അവശേഷിപ്പിക്കും ഭഗവാൻ. പ്രത്യക്ഷത്തിൽ ഭഗവാൻ ഇത് വന്ന് കേട്ടു എന്ന് നമുക്ക് അടയാളം തന്നിട്ടായിരിക്കും ഭഗവാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഗീതാ ഗോവിന്ദം നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരൊക്കെ പഠിക്കുക. സാധാരണ ജയദേവ കവികൾ എഴുതിയാണ്. അപ്പം ജയ ജഗദീശ ഹരേ എന്ന് ഉള്ളത് മാറ്റിച്ചിട്ട് ഭഗവാൻ എന്താണ്? എന്താണ്? ജയ ജഗദീശ് ജയദേവ ഹരേ എന്നാക്കി മാറ്റി ഭഗവാൻ അതല്ലേ? അപ്പം ആ ജയദേവ കവികളും രാധാറാണി പത്മാവതിയും ഭഗവാൻ രാധാറാണിയാണെന്നാണ് പറയുന്നത്. കാര്യം രാധാറാണിയെ പറ്റി കീർത്തനങ്ങളും കൃതികളും വളരെ കുറവാണ്, ഭാഗവതത്തിലും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? കലിയുഗത്തിൽ ഭഗവാൻ ജയദേവ കവികളും പത്മാവതിയുമായിട്ട് വന്ന് ഇത് തന്നെ ഭഗവാൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ്. സ്വന്തം കൈപ്പടയിൽ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടല്ലേ? ഭഗവാൻ വന്ന് എന്താണ് രാധാറാണിയുടെ തലയെടുത്ത് പാദങ്ങളെടുത്ത് ശിരസിൽ വെച്ചെന്ന് പറയുമ്പോൾ ജയദേവികൾ അയ്യോ ഭഗവാൻ എടുത്ത് പാദം വെക്കുവോ എന്ന് പറഞ്ഞ് വെട്ടിത്തിരുത്തിയപ്പോ ഭഗവാൻ വന്ന് തന്നെ തിരുത്തി അത് എഴുതി കൊടുത്തത്. അപ്പൊ ഭഗവാന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണത്. അപ്പൊ അതുകൊണ്ട് ആർക്കൊക്കെ അത് വായിക്കാനായിട്ട് ഉച്ചാരണമൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നടക്കുന്നു. എനിക്കറിയാം ഈ മാതാജി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മാതാജി കയറുകാരുണ്ടായിരുന്നല്ലോ ഇവിടെ. ഏത് മാതാജി? മാതാജിയുടെ പേരെന്താ? രാവിയോ? കലാമാതാജിയാണ്. കലാമാതാജി, രാവിയ. ശശികല മാതാജി. ഈ മാതാജിയൊക്കെ ഗുരുവായൂരൊക്കെ പോയി അഷ്ടപതിയോ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ അവര് ഇത് ചെയ്തതാണ്. അപ്പൊ അവരൊക്കെ അത് പഠിച്ചതാന്ന് തോന്നുന്നു. ഇവരെല്ലാരും കുറെ പേര് ഞങ്ങളും പഠിച്ചതാണ്. നമ്മുടെ ഞാൻ ഒരു കൂട്ടത്തിലുള്ള കോഴ്സ് രാധിക പഠിച്ചു. മാതാജി, ഗുരുവായൂർ പോയി രാധിക പഠിച്ചു. മാതാജി. എന്റെ പുസ്തകമുണ്ട്. പിന്നെ പക്ഷെ അടുത്തത് കാണാതെ പഠിച്ചില്ല. രണ്ടാമത്തെ ഒരു പ്രമാണമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്രാസ് കൊണ്ട് നിർമ്മിച്ച 9 ദ്വാരമുള്ള ഒരു പുതിയ ഓടക്കുഴൽ വാങ്ങിച്ചിട്ട് നമ്മളത് ചുണ്ടിലൊന്നും വെക്കാൻ പാടില്ല. അത് ഒരു മഞ്ഞ പട്ടിൽ പൊതിഞ്ഞിട്ട് ഒരു ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ നടക്കി വെക്കുക, പൂജയ്ക്ക് കൊടുക്കുക.
അവിടെ ഉം. നടക്കി വെക്കുക, പൂജയ്ക്ക് കൊടുത്തിട്ട് അവിടെ വെച്ചേക്കുക. ഉം. അപ്പോൾ നമ്മൾ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് വെക്കുക. ഇപ്പോഴത്തേന് ആ കാര്യത്തിന്റെ അത് എങ്ങനെ എന്താണ് അതെങ്ങനെ അതിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് എങ്ങനെ വ്യത്യാസം ഉണ്ടാവുമെന്ന് കണ്ടറിയും. കൃഷ്ണാനുഭവം. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പ്രത്യക്ഷ പ്രമാണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിന് തെളിവുകൾ ഒരുപാട് പേര് അദ്ദേഹത്തിന് റിവ്യൂ ഇട്ടിട്ടുണ്ട്, ഇത് വളരെ കൃത്യമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം ഒരു ചാനലിൽ വന്നിട്ട്, ഒരു പോഡ്കാസ്റ്റ് ചാനലിൽ വന്നിട്ട് ഇത് വെളിപ്പെടുത്തുന്നുമുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ടിപ്സ് ആണ് പ്രത്യക്ഷ പ്രമാണമാണെന്ന് അദ്ദേഹം തെളിയിച്ച രണ്ട് കാര്യങ്ങൾ. ഭഗവാന്റെ സാന്നിധ്യം. അപ്പം ഭഗവാൻ ഇല്ല. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, എന്നോട് ഒരാള് ചോദിച്ചു, അവിടെ ഭാഗവതം എങ്ങോട്ട് പറയാമെന്ന് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കൃഷ്ണ വിഗ്രഹം വെക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണ ഓടക്കുഴലെടുത്ത് കളയണം. ഓടക്കുഴൽ കൊണ്ട് ഭഗവാൻ എന്ത് ഐശ്വര്യം മുഴുവൻ ഊതിക്കളയ, അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ ഐശ്വര്യം അല്ലേ? ഭഗവാനോടെ ഓടക്കുഴല് ഇല്ലാതെ ഭഗവാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐശ്വര്യം മുഴുവൻ കുമിഞ്ഞു കൂടുവോ? ഓടക്കുഴൽ കൊണ്ട് ഭഗവാൻ എത്ര ഐശ്വര്യം ഊതിക്കളയുന്നത്? എന്തുമാത്രം തെറ്റിദ്ധാരണകളാണ്. എന്നിട്ട് എന്നോട് സംശയം ചോദിച്ചിരിക്കുകയാണ്, കൃഷ്ണ എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ എത്ര പേരാ നമ്മളുടെ നാട്ടിലുള്ളത് അല്ലെ? കൃഷ്ണ ഭഗവാൻ ആ ഓടക്കുഴലിൽ കൂടെ നമ്മൾ ജീവവായുവിനെ നിറയ്ക്കുകയാണ് അല്ലെ? നമ്മൾ പൊള്ളയാകണം. നമ്മൾ ഉള്ളു പൊള്ളയായാൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ എന്ത് ചെയ്യൂ. ഭഗവാന്റെ പാസുരി എന്ന് പറയും. പാസുരി. ആ പാസുരിയിൽ കൂടി ആ ജീവവായുവിനെ ഊതി നിറയ്ക്കുള്ളൂ അല്ലെ? ആത്മചൈതന്യം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. അപ്പൊ അടുത്ത അവതാരം നമ്മൾ കണ്ടത് എന്താണ്? ഇപ്പൊ കണ്ട അവതാരം ഏതായിരുന്നു? മറന്നുപോയോ? നരസിംഹാവതാരം. ഓക്കെ, ആരെങ്കിലൊക്കെ ഉറങ്ങിയോ ആവോ? കൃഷ്ണകുമാരി മാതാജിയൊക്കെ ഉറങ്ങാറായി. പ്രഭു ഇച്ചിരി അതെ. സ്പീഡിലെടുത്തു വിട്ടു. സ്പീഡിൽ എടുത്ത് വിടണം അല്ലേ? ഇട്ടേക്കാം. ശരി. ഉറക്കം വരും പ്രഭു, ഉറക്കം വരും. വേഗം എടുത്ത് വിട്ടേക്കാം. തീർന്നു. ഇപ്പൊ എന്താ 8 മണി 2 മിനിറ്റ്. ഞാൻ ഇപ്പൊ തീർത്തേക്കാം. ഇനി അടുത്തത് നമ്മൾ നരസിംഹാവതാരം കഴിഞ്ഞു. 19ാമത്തെ ശ്ലോകം. പഞ്ചദശം വാമനകം കൃത്വാഗാധ ദ്വരംബലേ പദത്രയം യാചമാന പ്രത്യാദിൽസു ശ്രീവിഷ്ടപം. പഞ്ചദശം വാമനകം കൃത്വാഗാധ ദ്വരംബലേ പദത്രയം യാചമാന പ്രത്യാദിൽസു ശ്രീവിഷ്ടപം. പഞ്ചദശം ശ്രേണിയിലെ 15ാമത്തെ വാമനകം വാമനൻ കൃത്വാ ധാരണയാൽ അകാൽ ചെന്നു അധ്വരം യാഗവേദിയിൽ ബലി രാജാവിന്റെ പാദത്രയം 3 അടി മാത്രം യാചമാന യാചിച്ചു. പ്രത്യാദിൽസു തിരികെ നൽകാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ത്രിവിഷ്ട 3 ഗ്രഹ സമൂഹങ്ങളിലെയും അധികാരം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. 15ാം അവതാരത്തിൽ ഭഗവാൻ ഒരു കുള്ള ബ്രാഹ്മണ രൂപം അല്ലെങ്കിൽ വാമന രൂപം സ്വീകരിക്കുകയും ബലി മഹാരാജാവിനാൽ സജ്ജീകരിക്കപ്പെട്ട യാഗവേദി സന്ദർശിക്കുകയും ചെയ്തു. ഭഗവാന്റെ മനസ്സിൽ ത്രിലോകങ്ങളും പുനരാർജിക്കുക എന്ന ഇച്ഛയുണ്ടെങ്കിലും അദ്ദേഹം 3 അടി മണ്ണ് മാത്രം ദാനം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ഭാവാർത്ഥം ചെറിയ പരിശ്രമത്തിലൂടെ എളിയൊരു തുടക്കത്തിൽ ഏർപ്പെടുന്ന ഏതൊരാൾക്കും പ്രപഞ്ച സാമ്രാജ്യം ഒന്നടങ്കം സമ്മാനിക്കുവാൻ ഭഗവാന് സാധിക്കും. ശ്ലോകം 20. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസ്തവകൃത്വ കുപിതോ നിക്ഷത്രാമകരോർമഹീം. അവതാരേ ഭഗവത് അവതാരത്തിൽ ഷോഡശമേ 16ാമത്തെ പശ്യൻ ദർശിക്കുന്നു. നൃപാൻ രാജകീയ വർഗത്തെ ത്രിസ്തവ 7 പ്രാവശ്യം കൃത്വ നിർവചിച്ചു. കുപിതഃ പ്രതിജ്ഞാബദ്ധമാകയാൽ നീ ധിക്കരിക്കൽ ക്ഷത്രിയരെ ആകരോൽ നിർവഹിച്ചു മഹീം ഭൂമി. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ബ്രാഹ്മണരെ ധിക്കരിച്ച ക്ഷത്രിയ വർഗത്തിൽ കുപിതനായ പരമദിവ്യോത്തമകൃഷ്ണ ഭഗവാൻ 16ാം അവതാരമായ ഭൃഗുപതി ആയി വന്ന് ക്ഷത്രിയ വർഗത്തെ 21 പ്രാവശ്യം ഉന്മൂലനം ചെയ്തു. ഭാവാർത്ഥം ക്ഷത്രിയർ അഥവാ അധികാരവർഗം ഭരണം നടത്തേണ്ടത് ധർമ്മശാസ്ത്രം അനുസരിച്ച് ബ്രാഹ്മണർ നൽകുന്ന നിർദ്ദേശപ്രകാരമായിരുന്നു. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് വേണം ഭരണാധിപന്മാർ ഭരണം നടത്തേണ്ടത്. എപ്പോൾ ക്ഷത്രിയരുടെ ഭാഗത്തു നിന്ന് പണ്ഡിതരും വിവേകികളുമായ ബ്രാഹ്മണ കൽപ്പന ലംഘനം ഉണ്ടാകുന്നു, അപ്പോൾ ഭരണാധിപന്മാർ
ബലമായി സിംഹാസനത്തിലാക്കപ്പെടുകയും മെച്ചപ്പെട്ട ഭരണത്തിന് സംവിധാനം ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ നമ്മൾ 2 അവതാരം കണ്ടു. വാമനാവതാരവും പരശുരാമ അവതാരവും കണ്ടു അല്ലെ. അപ്പം ഞാൻ വളരെ ചെറിയ രൂപത്തിൽ 5 മിനിറ്റ് കൊണ്ട് ഷോർട്ട് ചെയ്തിട്ട് നിർത്താം. വാമനാവതാരം എങ്ങനെയാണ് വന്നത്? മഹാബലി ഇതുപോലെ തന്നെ ദേവലോകം കീഴ്പ്പെടുത്തി ദേവമാതാവായ അതിഥിയുടെ കവചകുണ്ടലങ്ങൾ അറുത്തെടുത്തു. അപ്പം കവചകുണ്ടലങ്ങൾ അദ്ദേഹം പരം വൈഷ്ണവനാണെങ്കിലും അദ്ദേഹം ചെയ്തത് തെറ്റല്ലേ? ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മ, ദേവന്മാരുടെ അമ്മയല്ലേ? അപ്പം അസുരന്മാരുടെ അമ്മ ദിതിയല്ലേ? ചേട്ടത്തി അനിത്യല്ലേ? സ്വന്തം അമ്മയുടെ ജ്യേഷ്ഠത്തിയാണ്. ഇനി ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ് അല്ലെ? അച്ഛനൊന്നാന്ന് തോന്നുന്നില്ല, അച്ഛനൊന്നാന്ന് തോന്നുന്നല്ലേ? അച്ഛൻ ഒന്നാണ്. അപ്പം ഉം. അവരുടെ ഈ അവിടെ വന്നു ഇന്ദ്രൻ അവിടെ പേടിച്ചോടിയായിരുന്നു. അപ്പൊ ഇന്ദ്രന് അടയാളം കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്വന്തം ദേവമാതാവിന്റെ കവചകുണ്ടലങ്ങൾ അറുത്തെടുത്തു പോന്നു. ദേവമാതാവിന് ഇതിപ്പോ ഒരു നാണക്കേട് വരാനില്ലല്ലേ? അങ്ങനെ ദേവമാതാവ് എന്ത് ചെയ്തു? ഭഗവാനെ തപസ് ചെയ്തു. ഭഗവാനെ തപസ് ചെയ്തു. അതിഥി തപസ് ചെയ്ത തപസ്സിന്റെ പേരെന്താണ്? വ്രതം എടുത്തത് ഏത് വ്രതമാണ് എടുത്തത്? കാർത്തിയായനി വ്രതം. അല്ല അല്ല മാതാജി, പയോവ്രതം. ഞാനൊരു 10,000 തവണ പറഞ്ഞിട്ടുള്ള വ്രതം. പയോവ്രതം. 41 ദിവസം പാല് മാത്രം ഭക്ഷിച്ചിട്ടുള്ള വ്രതമാണ് പയോവ്രതം. അങ്ങനെ ആ പയോവ്രതം അനുഷ്ഠിച്ചു. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനായിട്ട് പിറക്കാൻ പോവുകയാണ്. അപ്പം ഭഗവാൻ പൃശ്നി ഗർഭനായിട്ട് പിറന്നിരുന്നു. പൃശ്നിയുടെ സുതപയുടെയും പിന്നെ ഭഗവാൻ കശ്യപ പ്രജാപതിക്കും അതിഥിക്കും മകനായിട്ട് ഇന്ദ്രന്റെ അനുജനായിട്ട് ഇന്ദ്രാനുജനായിട്ട് ഉപേന്ദ്രൻ അല്ലെങ്കിൽ ത്രിവിക്രമൻ എന്നുള്ള പേരില് വാമന ഒരു കുള്ള ബ്രാഹ്മണനായിട്ട് ജനിച്ചു. അതിസുന്ദരനായ യുവാവായിരുന്നു. മഹാബലി നർമ്മദാ നദീതീരത്ത് ഭയങ്കര വലിയ യാഗമൊക്കെ നടത്തുമായിരുന്നു. ശുക്രാചാര്യരാണ് യാഗത്തിലെ ആചാര്യനൊക്കെ. അപ്പൊ ഈ കുള്ള ബ്രാഹ്മണൻ കണ്ടപ്പോ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹാബലിക്ക് ഭയങ്കര സന്തോഷമായി. എത്ര സൗന്ദര്യം അല്ലെ ആ കുട്ടിയെ കണ്ടപ്പോ. മഹാബലിയുടെ മോളും അതുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് ഈ കുട്ടിയെ ലാളിക്കാനായിട്ട് കിട്ടുമോ എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചിരുന്നു. രത്നമാല എന്ന് പറയുന്ന മഹാബലിയുടെ മോള്. അപ്പൊ അങ്ങനെ അവിടെ വന്നപ്പോ ശുക്രാചാര്യർ കണ്ണ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇത് വേറെ ആരുമല്ല, ഇത് വിഷ്ണു തന്നെയാണ്, നീ അപകടത്തിലാണ്. പക്ഷെ അതൊന്നും ഗുരുവിന്റെ ആജ്ഞ അവഗണിച്ചു അല്ലെ? അവഗണിച്ചു. പക്ഷെ എന്ത് ചെയ്തു? ഭഗവാൻ ഇത് കണ്ടിട്ട് ഒരു ദർഭ എടുത്തിട്ട്, ആചമനം ചെയ്തിരുന്ന സമയത്ത് ദർഭ എടുത്തിട്ട് ആ കിണ്ടിയിലെ ഇരുന്ന ദർഭ എടുത്തിട്ട് ഒറ്റ ഏറെറിഞ്ഞു. അങ്ങനെ ഒരു കണ്ണ് ശുക്രാചാര്യരുടെ പൊട്ടിപ്പോയി. അങ്ങനെയാണ് ശുക്രകണ്ണൻ എന്നറിയപ്പെടുന്നത്. ഒരു കണ്ണില്ലാത്ത ആൾക്കാരെ ശുക്രകണ്ണന്മാരെന്നാ പറയുന്നത്. ഇപ്പൊ ശുക്രാചാര്യർക്ക് ഒരു കണ്ണില്ലാതെ ആയിപ്പോയി. അങ്ങനെ അവിടെ ഭഗവാനോട് ചോദിച്ചു, എന്താണ് തരേണ്ടതെന്ന് ചോദിച്ചു അല്ലെ? ദാനം. എനിക്ക് ഒന്നും തന്നെ വേണ്ട, ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഭഗവാന്റെ അല്ലേ എല്ലാം, എനിക്ക് ഒന്നും തന്നെ അല്ല, എന്തെങ്കിലും സ്വീകരിക്കണം. ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തില്ല, ഞാൻ പിന്നെ എന്തിനാണ് ഈ യാഗയജ്ഞമൊക്കെ നൽകുന്നത്? അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരുപക്ഷെ അങ്ങേക്ക് തരാൻ പറ്റിയില്ല. ഈ ത്രിലോകങ്ങൾ മുഴുവൻ എന്റേതാണെന്ന് പറഞ്ഞു ആര്? മഹാബലി. അപ്പൊ അവിടെ ഒരു അഹങ്കാരമല്ലേ വന്നത്? ഭഗവാനോട് പറയാണ് ഇത് ലോകം മുഴുവൻ. ഭഗവാൻ എത്രയോ ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതി അല്ലേ? നമ്മൾ ഈ ജീവിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിലെ ഈ ത്രിലോകങ്ങളൊക്കെ എന്റെ സ്വന്തമായി എന്ന് പറഞ്ഞു. കാര്യം ദേവലോകം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വിചാരം ഇത് മുഴുവൻ എന്റെ ആയെന്ന. ബാക്കിയുള്ള ലോകങ്ങളെ പറ്റി അറിയില്ലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഭഗവാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങേക്ക് തരാം. അല്ലല്ല, ഞാൻ തരും, തീർച്ചയായിട്ടും തരും എന്ന് വാക്ക് കൊടുത്തു. അപ്പൊ എനിക്ക് 3 അടി മണ്ണ് മാത്രം മതിയെന്നു. 3 അടി മണ്ണ് എനിക്ക് തപസ് ചെയ്യാനായിട്ട് 3 അടി മണ്ണ്. അതിനാണോ വിഷമം? 3 അടി മണ്ണിനായിട്ടുള്ള ഇത് മുഴുവൻ എന്റെ അല്ലേ, അളന്നെടുത്തോളാൻ പറഞ്ഞു. ഭഗവാൻ എന്ത് ചെയ്തു? വലുതായി. ഈ വടു ബ്രാഹ്മണൻ എന്ത് ചെയ്തു? വലിയ വടി ബ്രാഹ്മണനായി മാറി. അങ്ങനെ ആദ്യത്തെ പാദം വെച്ച് കഴിഞ്ഞപ്പോ താഴോട്ടുള്ള 7 ലോകങ്ങളും, അടുത്ത പാദം വെച്ചപ്പോൾ മുകളിലോട്ടുള്ള 7 ലോകങ്ങളും അളന്നെടുത്തു. ഇനി എവിടെയാ വെക്കേണ്ടത്? ഒരു ബ്രഹ്മാണ്ടത്തിന്റെ അവസ്ഥയാന്ന് ആലോചിക്കുക. ഭഗവാന്റെ 2 കാലിൽ ബ്രഹ്മാണ്ടം അളന്നു. ഇനി എവിടെയാ വെക്കേണ്ടത്? അപ്പോഴത്തേനും മനസ്സിലായി ഇത് സാധാരണ ആളല്ല എന്ന്. കാര്യം ഭക്തനാണ്. മഹാബലി എന്ന് പറഞ്ഞാൽ ഭക്തന്റെ കൊച്ചുമാനാണ്, പ്രഹ്ലാദന്റെ. വൈഷ്ണവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അഹങ്കാരം ഉണ്ടാകുന്നതിന്റെ ലക്ഷണമാണ് ഭഗവാൻ തീർക്കാനായിട്ട് എത്തുന്നത് അല്ലെ? അപ്പം എന്ത് ചെയ്തു? ആ അഹങ്കാരത്തെ എന്ത് ചെയ്തു അദ്ദേഹം? എന്റെ ഈ അഹങ്കാരത്തെ അങ്ങ് ഏറ്റെടുത്തോളാൻ പറഞ്ഞിട്ട് എന്താണ്? ശരീരവും മനസ്സും ആത്മാവും കൂടി ഭഗവാൻ അർപ്പിച്ചു. അതിനെന്താണ് പറയുന്നത്? ഇതിനെല്ലാം കൂടി ഒരൊറ്റ വാക്കിൽ പറയും. എന്താണ്? ഇത് പറഞ്ഞില്ല ഞാൻ ആത്മസമർപ്പണം. നവവിധ ഭക്തിയിൽ ഒന്നാണ്.
മാതാജി പറഞ്ഞത് ശരിയാണ്. ശക്കല ഒരു വാക്കിന് ഒരു ശക്കലം വ്യത്യാസമുള്ളൂ. മാതാജി കമ്പോസിഷൻ. ആത്മനിവേദനം. ഹരിബോൾ, ആത്മനിവേദനം. ഹരിബോൾ, ഹരിബോൾ, ആത്മനിവേദനം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ആത്മനിവേദനം, അതായത് നമ്മളുടെ ശരീരവും മനസ്സും, അതായത് അഹങ്കാരം മുഴുവനും എന്ത് ചെയ്തു? ഭഗവാനിൽ സമർപ്പിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പാദങ്ങൾ കൊണ്ട് ആ അഹങ്കാരത്തെ മുഴുവൻ എടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തെ എന്ത് ചെയ്തു? സുതലത്തിലേക്ക്, ഒരു പ്രദേശം തന്നെ ഉണ്ടാക്കി സുതലത്തിൽ താഴ്ത്തി ഭഗവാൻ അവിടെ കാവൽക്കാരനായി നിന്നു. അടുത്ത ഇന്ദ്രനാകാനായിട്ട് മോഹിച്ചല്ലേ, അടുത്ത ഇന്ദ്രനാകാനായിട്ടുള്ള അതെ. ആ ഒരു ആ, ഒരു ചാൻസ് മഹാബലിക്ക് കൊടുത്തു. അങ്ങനെ ഈ രത്നമാല എന്ത് ചെയ്തു? ഈ ഒരു സംഭവം കണ്ടപ്പോൾ സ്വന്തം അച്ഛന്റെ അവസ്ഥ മനസ്സിലായപ്പോഴത്തേനും രത്നമാല എന്ത് ചെയ്തു? ഇവനെ വിഷം കൊടുത്ത് കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ശ്രീകൃഷ്ണ അവതാരത്തിൽ പൂതനയായിട്ട് വന്നു. അതായത് ഒരു അതെ. പുത്രവാത്സല്യം കൊടുത്തു, എന്ത് ചെയ്തു? അതെ. അതുപോലെ തന്നെ കൊല്ലിയാണ് വിഷം കൊടുത്ത് കൊല്ലാനായിട്ടുള്ള കൊല്ലിയാണ്. ഇതും കൊടുത്തു. അപ്പം അങ്ങനെയാണ് അടുത്ത അവതാരം എന്ന് പറഞ്ഞാൽ പരശുരാമ അവതാരം. ജമദഗ്നി മഹർഷിയുടെയും രേണുവിയുടെയും മകനായിട്ട്. അപ്പൊ അധാർമികളായിട്ട് ഒരുപാട് ക്ഷത്രിയരുണ്ട്. അവരെ 21 സ്വന്തം അച്ഛന്റെ വധത്തിന് കാരണമായ കാർത്തിവീരാർജുനൻ അല്ലെ എന്ന ക്ഷത്രിയനെ വധിച്ചിട്ടാണ് അദ്ദേഹം തുടക്കമിട്ടത്. പിന്നെ ആ ഒരു പരശുരാമന്റെ ശക്തിയാവശ്യ അവതാരമാണ്. പരശുരാമൻ ഭഗവാൻ ആയിട്ട് അവതരിച്ചതല്ല, പരശുരാമനായിട്ട് ഇരിക്കുന്ന പരശുരാമനിലേക്ക് ഭഗവാന്റെ ശക്തി ആവേശിച്ചു വന്നാണ്. നമ്മൾ സാക്ഷാൽ ഭഗവാനായിട്ട് വന്ന അവതാരങ്ങൾ നരസിംഹമൂർത്തി, വാമനമൂർത്തി, അങ്ങനെയൊക്കെയുള്ള ശ്രീരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം ഒക്കെ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനെ ഭഗവാനാണ് വന്ന് അവതരിച്ചത്. ഇത് ഭഗവാനിലേക്ക് ശക്തി ആവേശിച്ചതാണ്. അപ്പൊ അങ്ങനെ പരശുരാമൻ 21 തവണ ഈ പ്രപഞ്ചം നടന്ന അധാർമികങ്ങളായിട്ടുള്ള ക്ഷത്രിയന്മാരെയൊക്കെ, കാര്യം ബ്രാഹ്മണര് പുരോഹിതന്മാരായിട്ട് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ്? ധർമ്മം കളിയാടും. ഈ ക്ഷത്രിയന്മാർക്ക് അഹങ്കാരം കൂടും അല്ലെ, അവർക്ക് പ്രൗഢി, അവരുടെ ശക്തി ബലമൊക്കെ വരുമ്പോൾ പ്രജാക്ഷേമമൊക്കെ പോകും. ഉപദേശം കൊടുക്കാനായിട്ട് നല്ല ബ്രാഹ്മണരില്ലാതെ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെ അധാർമികളായിട്ടുള്ള ആൾക്കാർ ചൂതുകളി അതും ഇതും എല്ലാം നടത്തി എന്ത് ചെയ്യും? കുറെ നർത്തകിമാരും അതുപോലെ മദ്യപാനം എല്ലാം തുടങ്ങും. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? 21 തവണ ഭൂമണ്ഡലം മുഴുവൻ കറങ്ങി ഈ പറഞ്ഞ അധാർമികളായിട്ടുള്ള അസുരന്മാരെ മുഴുവൻ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം കുറച്ചു. അപ്പൊ അതാണ് പരശുരാമ അവതാരം. അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. പ്രഭു, മറ്റേ പ്രഹ്ലാദിന്റെ പൂർവജന്മം എന്തായിരുന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടാനായിട്ട്? പ്രഹ്ലാദന്റെ പൂർവ്വജന്മത്തെ പറ്റി അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ പറയുന്നതായിട്ടില്ല മാതാജി. പൂർവ്വജന്മം എന്താണെന്ന് നാരദമുനിയുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ പ്രഹ്ലാദന്റെ പൂർവ്വജന്മം ആരാണെന്ന് പറയുന്നതായിട്ട് ഓർമ്മയില്ല. ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം. ആ. എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ. നാരദമുനി ഒരു ദാസീപുത്രനായിരുന്നു. അത് ഒരു കേട്ടിട്ടുണ്ട്. ഈ വേലക്കാരത്തിയുടെ മകനായിരുന്നു നാരദമുനി. ചാതുർമാസത്തിന് മുനിമാര് വന്നപ്പോ മുനിമാർ അവരെ വന്നപ്പോ അവർക്ക് ശുശ്രൂഷിച്ച് സേവയൊക്കെ അവരുടെ ചെയ്ത് അനുഗ്രഹം അവരുടെ കൊണ്ട് ഉച്ചിഷ്ടങ്ങളൊക്കെ ഭക്ഷിച്ച് അങ്ങനെ അവരുടെ അനുഗ്രഹം കൊണ്ട് തപസ്സൊക്കെ ഇരുന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ബ്രഹ്മദേവന്റെ മാനസപുത്രനായിട്ട് പിറന്നത്. പിന്നെ നാരദമുനിക്ക് വേറെ പാസ്റ്റ് ലൈഫും ഉണ്ട്, വേറെ ഉണ്ട്. ഞാൻ തുമ്പുരുവിനൊക്കെ കൂടി ദേവലോകത്ത് വേറൊരു കഥയുണ്ട്. അങ്ങനെ വീണ ഈ വീണയൊക്കെ മീട്ടി പാട്ട് പാടാനായിട്ടുള്ള കഴിവും കീർത്തനൊക്കെ കിട്ടാനുള്ള കാരണം വേറൊരു ലൈഫും ഉണ്ട്. കുറെ ലൈഫ് നാരദമുനിയുടെ പാസ്റ്റ് ലൈഫായിട്ടുണ്ട്. അതിലെ പ്രസിദ്ധമായിട്ടുള്ള 2 എണ്ണമാണ്. ഒന്ന് ഈ ദാസീപുത്രനും, ഒന്ന് ഈ പറയുന്ന പോലെ തുമ്പൂര് നാരദ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെ 2 ദേവലോകത്തുള്ള 2 ഗന്ധർവന്മാര്, അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മള് പിന്നീട് പഠിക്കുന്നുണ്ട്. നാരദമുനി ഇവരും തമ്മിലുള്ള സംഭാഷണമൊക്കെ ഉണ്ട്. വ്യാസദേവനും ആയിട്ടുള്ള സംഭാഷണത്തിൽ വ്യാസദേവനോട് ഭാഗവതം എഴുതാനായിട്ട് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതൊക്കെ അല്ലെ. ഞാൻ ഇതുപോലെ എനിക്കിത് കിട്ടിയത് എന്താണ്? ഈ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ്, അസോസിയേഷൻ കൊണ്ടാണ്. അതുകൊണ്ട് നീ തീർച്ചയായും ശ്രീമദ് ഭാഗവതം എഴുതണമെന്ന് ഈ വ്യാസദേവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത്. നമ്മൾ ഭാഗവതം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ പഠിക്കേണ്ടിയിട്ടില്ല. ഇത് ഞാൻ ആരോടെങ്കിലും ചോദിക്കാം. അതായത് ചോദിച്ച ചോദ്യം എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല. വേറെ എന്തെങ്കിലും? കൃഷ്ണ
വഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവശ പ്രധാന പാവനേഭ്യോ വൈഷ്ണവ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വന്ദിക്ക് ജയ.